ഇന്ന് മധ്യാഹ്ന സമയത്ത് വായുപുരാണത്തിലെ വളരെ വിശേഷമായിരിക്കുന്ന ദക്ഷയാഗം കഥയുടെ തുടർച്ചയായി പറഞ്ഞ പ്രചേതസ്സുകളുടെ ചരിത്രവും പ്രപഞ്ച ദർശനത്തെ ഉൾക്കൊള്ളുന്ന സാഖ്യയോഗത്തിൽ അധിഷ്ഠിതമായ 24 തത്വങ്ങൾ, 25ാമത്തെ കാലം, ഈശ്വരൻ എന്നിങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കഥകളൊക്കെ കേട്ടു. വായുപുരാണം പിന്നെ തുടരുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. എല്ലാ കഥകളും പ്രപഞ്ച സൃഷ്ടി ദർശനവുമായി ബന്ധപ്പെടുത്തിയാണ് വായുപുരാണത്തിലെ ആഖ്യാന ശൈലി. രുദ്രസൃഷ്ടികളുടെ വിവിധ ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട സൂര്യവംശ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ വിശദീകരിച്ച് ജംബുദ്വീപ പ്ലക്ഷദ്വീപാദി വർണ്ണനകൾ പറഞ്ഞ് അതിലെ ഗംഗാവതരണം എന്ന വിശേഷമായ ഒരു കഥ വിവരിക്കുന്നു. ഈ കഥ ശിവപുരാണവുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനനം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ഇന്ന് നാം തത്വമനനത്തിനായി സ്വീകരിച്ചിരിക്കുന്നത് 2 പുരാണങ്ങളാണ്. ലിംഗപുരാണവും വാമനപുരാണവും. അപ്പൊ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്നലെ കൂർമ്മപുരാണം, മത്സ്യപുരാണം എന്നീ 2 പുരാണങ്ങളെ മനനം ചെയ്തപ്പോൾ മത്സ്യപുരാണത്തിലെ വളരെ പ്രധാനപ്പെട്ട കഥകളും പുരാണങ്ങളുടെ ഒരു ക്രമവും ഏകദേശമൊക്കെ നമ്മൾ മനസ്സിലാക്കി. കൂർമ്മപുരാണത്തിലെ കഥാതന്തുവും കൂർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ദാർശനികമായി ചിന്തിക്കുമ്പോൾ യോഗ തത്വങ്ങളെ പ്രതിപാദിക്കുന്ന പുരാണം എന്ന ആ വിവരണത്തിലും നമ്മൾ എത്തി നിന്നു. അതിൻ്റെ തുടർച്ചയായി 1-2 കാര്യങ്ങൾ കൂടി കൂർമ്മപുരാണത്തിലെ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. അതിന് കാരണം ഇന്ന് പറയാൻ പോകുന്ന ലിംഗപുരാണവും വാമനപുരാണവും ഈ കൂർമ്മപുരാണത്തിൽ ശേഷിക്കുന്ന ഭാഗത്തെ കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട്. ഒപ്പം വായുപുരാണത്തിലെ ഗംഗാവതരണ പർവം, ശിവപുരാണത്തിലെ ഗംഗാധരൻ എന്നതായ സങ്കല്പത്തിന്റെ അർത്ഥത്തെ വ്യക്തമാക്കുന്ന ഭാഗം. ഇതിനൊക്കെ പുറമെ ലിംഗം എന്ന വാക്ക് പ്രതിനിധാനം ചെയ്യുന്നത് മഹേശ്വരന്റെ അടയാളം എന്ന അർത്ഥത്തിലാണ്. എത്രയെത്ര ധൂമക തത്ര തത്ര വന്ഹിഹി എന്ന ഒരു ആപ്തവാക്യം ഉദാഹരണമായി എടുത്തുകൊണ്ട് വേദാന്തികൾ പറയുന്ന ഒരു കാര്യമാണ്, അദൃശ്യമായ ഒന്നിനെ സങ്കല്പിക്കാൻ നമുക്കൊരു മൂർത്തഭാവം വേണം. അപ്പൊ എവിടെയൊക്കെ പുകയുണ്ടോ അവിടെയൊക്കെ അഗ്നിയുണ്ട് എന്ന് പറയുന്നത് പോലെ, പുക അഗ്നി അല്ലെങ്കിലും പുകയിലൂടെ അഗ്നി സാന്നിധ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയുന്നത് പോലെ, പ്രപഞ്ച കാരണ തത്വമായിരിക്കുന്ന സാക്ഷാൽ മഹേശ്വരന്റെ സാന്നിധ്യത്തെ ഭാവനാത്മകമായി ലിംഗരൂപത്തിൽ ആരാധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വളരെ ലളിതമായി ലിംഗ ആരാധനയുടെ അർത്ഥത്തെ വ്യക്തമാക്കി. ഗ്രന്ഥേകാദശം സാഹസ്രം പുരാണം ലൈംഗമുത്തമം, ഇത് മത്സ്യപുരാണത്തിൽ പറയുന്നതാണ്. മത്സ്യപുരാണത്തിലെ എല്ലാ പുരാണങ്ങളുടെയും ശ്ലോകസംഖ്യ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ മത്സ്യപുരാണത്തിലെ ശ്ലോകസംഖ്യയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിലും നമുക്ക് ലഭിച്ച പുരാണങ്ങളിലൊന്നും അത്രത്തോളം ശ്ലോകങ്ങൾ ലഭ്യമായിട്ടില്ല, സമാഹരിക്കാൻ സാധിച്ചിട്ടില്ല.
അപ്പോൾ ലിംഗപുരാണത്തിൽ ഏകദേശം 9,000-ഓളം ശ്ലോകങ്ങളാണ് നമുക്കിപ്പോൾ സംഹിതയായി ലഭിച്ചിരിക്കുന്നത്. ശിവപുരാണത്തിൽ പറഞ്ഞതായ ലിംഗപദത്തിന്റെ അർത്ഥം കുറച്ചുകൂടി ആഴത്തിൽ നമ്മളെ ബോധിപ്പിക്കുന്നതാണ് ലിംഗപുരാണത്തിലെ പ്രതിപാദ്യം. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് കഥകളിലേക്ക് കടക്കാം. ലിംഗം എന്ന വാക്കിനർത്ഥം സർവപ്രപഞ്ചവും യാതൊന്നിൽ ലയിക്കുന്നുവോ ആ കാരണത്തെ ലിംഗം എന്ന് പറയുന്നു എന്നാണ്. എല്ലാം ലയിക്കുന്നത് എന്തിലാണോ അതാണ് ലിംഗം. ഇതിന്റെ ആവിർഭാവം ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള ഒരു സംവാദമായിട്ടാണ് ശിവപുരാണത്തിലും ലിംഗപുരാണത്തിലും വർണ്ണിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന കാലഘട്ടത്തിൽ ബ്രഹ്മാവ് താമരയിൽ ചതുർമുഖനായി ജനിച്ചു. ആ താമരയുടെ തണ്ടിലൂടെ താഴേക്കിറങ്ങി വിഷ്ണുവിനെ കണ്ടു. അവർ പരസ്പരം ഒരു സംവാദമുണ്ടായി. ആരാണ് പരംപിതാവ് എന്നാണ്. ഇത് അഹംബോധത്തിൽ നിന്നുണ്ടായി എന്നാണ് ശിവപുരാണവും ലിംഗപുരാണവും പറഞ്ഞിരിക്കുന്നത്. ലിംഗോദ്ഭവ കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ഈ തർക്കം പരസ്പരമുള്ള യുദ്ധത്തിൽ കലാശിച്ചു. അപ്പോൾ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മധ്യത്തിൽ ഒരു അഗ്നിലിംഗം ആവിർഭവിച്ചു. അതിൽ നിന്നൊരു അശരീരി ഉണ്ടായി. അല്ലയോ ബ്രഹ്മദേവ, ഹേ മഹാവിഷ്ണു, ഈ ലിംഗത്തിന്റെ അറ്റം കണ്ടെത്തുന്നത് ആരാണോ അവരാണ് പരംപിതാവ്. ഇത് കേട്ടപ്പോൾ തന്നെ ബ്രഹ്മാവ് ഹംസത്തിന്റെ പുറത്ത് കയറി മുകളിലേക്ക് യാത്രയായി. മഹാവിഷ്ണു വരാഹരൂപം ധരിച്ച് താഴേക്കും യാത്രയായി. ഈ അഗ്നിലിംഗത്തിന്റെ അറ്റം കണ്ടെത്താൻ അങ്ങനെ അനവധി കാലം സഞ്ചരിച്ചു. ഒടുവിൽ മഹാവിഷ്ണുവിന് മനസ്സിലായി ഈ യാത്ര ലക്ഷ്യം കണ്ടെത്താൻ പോകുന്നില്ല. മഹാവിഷ്ണു വേഗം തിരിച്ചു വന്നു. എവിടെ നിന്ന് യാത്ര തുടങ്ങിയോ അവിടെ ഇരുന്നു. ഈ അഗ്നിലിംഗത്തെ തന്റെ ഹൃദയത്തിൽ ധ്യാനിച്ചു. എന്നിട്ട് അവനവന്റെ അന്തരംഗത്തിലേക്ക് യാത്ര ചെയ്തു. ഈ അവനവനന്റെ അന്തരംഗത്തിലേക്കുള്ള ഈ യാത്രയെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ലിംഗപുരാണം ഈ ധ്യാന പദ്ധതികളെ പ്രാധാന്യത്തോടുകൂടി വിശദീകരിക്കുന്നുണ്ട്. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ യോഗസ്വരൂപമാണ്. അഷ്ടാംഗയോഗ പദ്ധതിയിൽ ഏറ്റവും പ്രാധാന്യം ധ്യാനത്തിനാണ്. ഈ ധ്യാനാനുഭവത്തിന് നമ്മളെ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് ബാക്കിയുള്ളതായ അംഗങ്ങളെല്ലാം തന്നെ. ഈ ധ്യാന അനുഭവത്തിന്റെ അവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്ന അംഗത്തിന് ശേഷമുള്ള സമാധി. അഷ്ടാംഗയോഗ പദ്ധതി എന്ന് പറഞ്ഞ 8 അംഗങ്ങളാണ്. യമം, നിയമം, പ്രത്യാഹാരം, ആസനം, പ്രാണായാമം, ധാരണ, ധ്യാനം, സമാധി. ഈ 8 യോഗ പദ്ധതികളിലൂടെ എങ്ങനെ ശിവാരാധന, ശിവ അനുഭവം, ശിവോഹം എന്ന് പറയുന്ന ആ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം എന്ന് പറഞ്ഞു തരുന്ന വളരെ വിശേഷമായ ഒരു പുരാണമാണ് ലിംഗപുരാണം എന്ന് പറയാം. മത്സ്യപുരാണം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മത്സ്യം എന്ന വാക്കിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് മനസ്തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അവിടെ മനനത്തിന് തന്നെയാണ് പ്രാധാന്യം, സ്മൃതിക്കാണ് പ്രാധാന്യം. മനന പ്രക്രിയയിലൂടെ മനുഷ്യ ജീവിതത്തെ താളാത്മകമാക്കുന്ന സ്മൃതി ബോധത്തെ, ആ സ്മൃതിയുടെ അടിസ്ഥാനത്തിൽ ഭക്തിയെയും പൂജാവിധാനങ്ങളെയും വിവരിക്കുകയാണ് മത്സ്യപുരാണം ചെയ്തതെങ്കിൽ, കൂർമ്മപുരാണം യോഗ പദ്ധതി പ്രത്യാഹാരം എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളെ അടക്കുക എന്ന കൂർമാവസ്ഥ, ഒരാമ തൻ്റെ പുറന്തോടിനുള്ളിലേക്ക് ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ച് എങ്ങനെ വസിക്കുന്നുവോ അതേപോലെയാണ് യോഗികളുടെ അവസ്ഥ.
എന്ന ഭാവനയനുസരിച്ച് ഈ ഇന്ദ്രിയങ്ങളെ അടക്കി എങ്ങനെ നമുക്ക് പ്രപഞ്ച കാരണത്തെ, പ്രപഞ്ചത്തിന്റെ വ്യാപ്തമായിരിക്കുന്നതായ ആത്മതത്വത്തെ അനുഭവിക്കാം. ആ ആത്മതത്വത്തെ വിഷ്ണുവായും ശിവനായും വർണ്ണിക്കുന്നുണ്ട് കൂർമ്മപുരാണം. ലിംഗപുരാണത്തിലേക്ക് എത്തുമ്പോൾ അത് ധ്യാന പദ്ധതിയാവും. ഇനി നമുക്ക് ലിംഗപുരാണത്തോടൊപ്പം ഇന്ന് ചർച്ച ചെയ്യാനുള്ളതായ വാമന പുരാണത്തിലേക്ക് എത്തുമ്പോഴോ അത് അർച്ചനം, പൂജാവിധാനങ്ങളായി പരിണമിക്കുകയാണ്. ആ പൂജാവിധാനങ്ങളിലേക്ക് നമ്മളെ പ്രാപ്തമാക്കുന്ന പുണ്യകർമ്മങ്ങൾക്ക് അവിടെ പ്രാധാന്യം വരുന്നു. ആ പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ദാനം. അപ്പോൾ ഈ അടിസ്ഥാന ദർശനങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ പുരാണങ്ങളുടെ പേരുകൾ എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താം. മത്സ്യം, മനനം, സ്മൃതി, സ്മൃതി എന്ന് പറയുന്നതായ ആ ധർമാനുഷ്ഠാനങ്ങളിലൂടെ ഈശ്വര സാക്ഷാത്കാരം. കൂർമ്മം, പ്രത്യാഹാരാദി ഇന്ദ്രിയ നിയന്ത്രണങ്ങളിലൂടെ എങ്ങനെ നമുക്ക് പ്രപഞ്ചത്തിന്റെ രഹസ്യത്തിലേക്ക് യാത്ര ചെയ്യാം. അവിടെ ശിവവിഷ്ണു ഭാവങ്ങളൊക്കെ ഈ പ്രപഞ്ച സ്വരൂപമായി പരിണമിക്കുന്നു. അതുകൊണ്ട് കൂർമ്മപുരാണത്തെ വിശേഷിപ്പിക്കുന്നത് ശൈവ വൈഷ്ണവ ഉപാസനകൾക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുന്ന പുരാണം എന്നാണ്. അത് വായുപുരാണത്തിൽ എടുത്തു പറയുന്നുമുണ്ട്. സൂതൻ വളരെ വിശേഷമായി പറയുകയാണ്, പുരാണങ്ങളിൽ വെച്ച് ശിവനെയും വിഷ്ണുവിനെയും സമഭാവനയോടുകൂടി ഒരേ തത്വമായി വർണ്ണിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട പുരാണമാണ് കൂർമ്മപുരാണം എന്ന് എടുത്തു പറയുന്നുണ്ട് വായുപുരാണം. അപ്പോൾ മുകളിലോട്ട് പോയ ബ്രഹ്മാവും താഴോട്ട് പോയ മഹാവിഷ്ണുവും അന്വേഷിച്ചത് അഗ്നിലിംഗത്തിന്റെ അറ്റമാണ്. അഗ്നിലിംഗം എന്ന് പറഞ്ഞാൽ, ലിംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? കാരണമാണ്. സർവപ്രപഞ്ചവും എന്തിൽ നിന്നുണ്ടായി എന്തിലേക്ക് വിലയിക്കുന്നു ആ കാരണ തത്വമായിട്ടാണ് ലിംഗത്തെ പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ കാരണത്തെയാണ് അന്വേഷിച്ചത്. പ്രപഞ്ചത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവനവന്റെ കാരണം തന്നെയാണ്. ഞാൻ ആര് എന്ന അന്വേഷണം തന്നെയാണ്. ആ അന്വേഷണത്തിലേക്കാണ് മഹാവിഷ്ണു എവിടെ നിന്ന് യാത്ര തുടങ്ങി അവിടെ ഇരുന്ന് അന്തരംഗത്തിലേക്ക് യാത്ര ചെയ്തു എന്ന് പറയാനുള്ള കാരണം. ബ്രഹ്മാവ് മുകളിലോട്ട് പോയി. കുറെ എത്തിയപ്പോൾ മുകളിൽ നിന്ന് എന്തോ താഴേക്ക് വീഴുന്ന കണ്ടു. കയ്യിൽ എടുത്തു നോക്കിയപ്പോൾ ഒരു കൈതപ്പൂവാണ്, കേതകി പുഷ്പം. കേതകി പുഷ്പത്തോടെ ബ്രഹ്മാവ് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഈ ലിംഗത്തിന്റെ നെറുകയിൽ നിന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. താഴെ ചെല്ലുമ്പോൾ 4 കൈയുള്ള കറുത്തിട്ടുള്ള ഒരു ആളെ കാണാം. അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നാൽ ഞാൻ പറയും, നിന്നെ ഞാൻ ഈ നെറുകയിൽ നിന്ന് എടുത്തതാണ്, ലിംഗത്തിന്റെ അറ്റത്ത് നിന്ന് എടുത്തതാണെന്ന് പറയുമ്പോൾ നീ അതിന് സാക്ഷിയാണ് എന്ന് പറയണം. അപ്പൊ കൈതപ്പൂ ചോദിച്ചത്, കള്ളസാക്ഷി പറയുന്നത് പാപമല്ലേ? ഇപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, നീ ഇത് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ശപിക്കും. ബ്രഹ്മാവിന്റെ ശാപത്തേക്കാൾ ഭേദമല്ലേ എന്ന് വിചാരിച്ച് കേതകി പുഷ്പം കള്ളസാക്ഷി പറയാൻ സമ്മതിച്ചു. ഒരു കുട്ടിക്കഥ പോലെയാണ് ഇത് വർണ്ണിക്കുന്നത്, ശിവപുരാണമായാലും ലിംഗപുരാണം. അതിന് കാരണം പുരാണങ്ങളൊക്കെ വളരെ ഗഹനമായ സങ്കീർണമായ പ്രപഞ്ച സാക്ഷാത്കാരത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ അനുഭവിച്ച ഋഷീശ്വരന്മാർ അതിന് ദർശനങ്ങളായി പറഞ്ഞതൊന്നും തന്നെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് കണ്ട് അതിനെ മനസ്സിലാക്കി തരാൻ സോദാഹരണ കഥകളിലൂടെ വ്യാസൻ പകർന്നു തന്നതാണല്ലോ പുരാണം. പക്ഷെ അന്ന് വളരെ ലളിതമായി പറഞ്ഞു തന്നത് ഇന്ന് നമുക്ക് വളരെ ഗഹനമായി തോന്നും. അതിന്റെ കാരണം ഭാഷാജ്ഞാനമില്ലാത്തത് മാത്രമാണ്. നമ്മളാരും സംസ്കൃതം പഠിച്ചിട്ടില്ലല്ലോ, അല്ലേ? പുരാണങ്ങളൊക്കെ സംസ്കൃത ഭാഷയുള്ളതാണ്. പുരാണങ്ങൾ സംഭാഷണങ്ങളാണ്.
ഒരു പക്ഷേ വാൽമീകി രാമായണം പോലെ കാവ്യങ്ങളായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി കഠിനമായി. പക്ഷെ കാവ്യ പഠിതാക്കൾ അതിനെ പഠിച്ച് ആസ്വദിച്ചേനെ. കാവ്യത്തിന്റെ ശൈലിയുമല്ല, പുരാണങ്ങൾ സംഭാഷണങ്ങളാണ്, ചോദ്യങ്ങളാണ്, ഉത്തരങ്ങളാണ്. എന്തിനെക്കുറിച്ച് ചോദിച്ചുവോ ആ ചോദിച്ച ചോദ്യത്തിൽ അന്തർലീനമായിരിക്കുന്ന ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കത്തക്ക വിധത്തിൽ എന്തൊക്കെ ഉദാഹരണങ്ങളുണ്ടോ അതിനെയൊക്കെ പ്രധാന കഥകളായും ഉപകഥകളായും ഒക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് കടന്നു പോകുന്ന, കഥയിൽ നിന്ന് കഥയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു രീതിയാണ് പുരാണങ്ങളുടേത്. അതുകൊണ്ട് പുരാണം വായിച്ച് മനസ്സിലാക്കാനുള്ളതെല്ലാം നിരന്തര ശ്രവണത്തിലൂടെ അനുഭവിക്കേണ്ടതാണ്. ശ്രവണമാണ് പുരാണത്തിന്റെ അനുഭവം. ബ്രഹ്മാവ് വന്ന് മഹാവിഷ്ണുവിനോട് പറഞ്ഞു, ഞാൻ ഈ അഗ്നിലിംഗത്തിന്റെ അറ്റം കണ്ടെത്തിയിരിക്കുന്നു. മഹാവിഷ്ണു ചോദിച്ചു, അതിനെന്താ തെളിവ്? കേതകി പുഷ്പം തെളിവാണ്. മഹാവിഷ്ണു കേതകി പുഷ്പത്തോട് ചോദിച്ചു, ബ്രഹ്മാവ് പറഞ്ഞത് ശരിയാണോ? കേതകി പുഷ്പം പറഞ്ഞു, അതെ, എന്നെ ഈ അഗ്നിലിംഗത്തിന്റെ നെറുകയിൽ നിന്ന് എടുത്തതാണ്. ഉടനെ തന്നെ മഹാവിഷ്ണു വേഗം ബ്രഹ്മാവിനൊരു പീഠം സങ്കല്പിച്ച് ഷോഡശോപചാര വിധി പ്രകാരം മനസ്സങ്കല്പത്താൽ ഒരു പൂജ അങ്ങ് ചെയ്തു. പൂജാവസാനമായപ്പോഴേക്കും ബ്രഹ്മാവിന് അഹങ്കാരം ഇങ്ങനെ മുഴുത്തു. അപ്പോഴേക്കും ഈ അഗ്നിലിംഗം അവരുടെ മുമ്പിൽ ഉഗ്രഭാവത്തിൽ മൂർത്തി രൂപമായി പ്രത്യക്ഷപ്പെട്ടു. കോപസ്വരൂപമായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ ഭൈരവമൂർത്തിയാണ്. ആ ഭൈരവമൂർത്തി ഉഗ്രമായി ശപിച്ചു. ഹേ ബ്രഹ്മദേവ, നീ കള്ളം പറഞ്ഞു. കള്ളം പറയാൻ പ്രേരിപ്പിച്ചതായ നിന്റെ ഈ കാമമോഹത്തെ ഉണർത്തുന്നതായ ശിരസ്സിനി നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് 5 മുഖമുള്ള ബ്രഹ്മാവിന്റെ ഒരു മുഖം ഈ ഭൈരവമൂർത്തി നുള്ളിയെടുത്തു. കേതകി പുഷ്പത്തെ ശപിച്ചു, നിന്നെ ആരും പൂജയ്ക്ക് എടുക്കാതാവട്ടെ. ബ്രഹ്മാവിനോട് പറഞ്ഞു, നിനക്കിനി ലോകത്തിൽ പൂജയുണ്ടാവില്ല. ബ്രഹ്മാവും മഹാവിഷ്ണുവും ഭൈരവമൂർത്തിയുടെ മുമ്പിൽ നിന്ന് സ്തുതിച്ചു. സ്തുതിയുടെ അവസാനം ശാന്തനായ ഭൈരവമൂർത്തി അനുഗ്രഹിച്ചു. ബ്രഹ്മാവിനോട് പറഞ്ഞു, നീ രജോഗുണപ്രധാനനായതുകൊണ്ട് വൈരാജൻ എന്ന രൂപമെടുത്ത് സൃഷ്ടി ചെയ്യുക. ഞാനും നീയും രണ്ടും രണ്ടല്ല. രണ്ടാണെന്ന് നിനക്ക് തോന്നാൻ കാരണം നിന്റെ ഉള്ളിലെ അഹം എന്ന തത്വമാണ്. ആ അഹത്തെ അടിസ്ഥാനമാക്കിയാണ് സൃഷ്ടി വിരചിക്കേണ്ടത്. അപ്പൊ പിന്നെ ബ്രഹ്മാവിന് പൂജ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതോ? ഇനി വേറൊരു പൂജയുടെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം മഹാവിഷ്ണു പൂജിച്ചു കഴിഞ്ഞു. ലോകം മുഴുവൻ വിഷ്ണുവിനെ പൂജിക്കും. വിഷ്ണുവിനുള്ള പൂജകളൊക്കെ ആർക്കുള്ള പൂജയുമാണ്? ബ്രഹ്മാവിനുള്ള പൂജയുമാണ്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ബ്രഹ്മാവിനെ പൂജിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഏത് പൂജയും പൂർണ്ണമാവണമെങ്കിൽ ബ്രഹ്മസാന്നിധ്യം വേണം. ബ്രഹ്മസാന്നിധ്യം ഇല്ലാതെ ഒരു പൂജയും പൂർണ്ണമാവില്ല. യാഗങ്ങൾ പൂർണ്ണമാവില്ല. യാഗത്തിലുള്ള അദ്വൈതി, ഹോതാവ്, ഉദ്ഗാതാവ്, പ്രസ്തോതാവ്, സ്തോതാവ് മുതലായിരിക്കുന്ന സ്ഥാനങ്ങളോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് ബ്രഹ്മൻ എന്ന സ്ഥാനം. 4 വേദങ്ങൾ പറയുന്നവനാവണം ബ്രഹ്മൻ. അത് ബ്രഹ്മാവ് തന്നെയാണ്. 4 വേദങ്ങൾ ബ്രഹ്മാവിന്റെ മുഖമാണ്. നമ്മൾ ഈ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ എപ്പോഴൊക്കെ ഈ പുരാണ യജ്ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, ആ യജ്ഞങ്ങളിലൊക്കെ നമ്മൾ ആദ്യ ദിവസം ആ ബ്രഹ്മനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം, കലശമായിട്ട്, പൂർണ്ണ കലശമായിട്ട് ആ ബ്രഹ്മനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നിത്യകലശമായി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഹോതാവിന്റെ സ്ഥാനമാണ്, യജുർവേദത്തിന്റെ സ്ഥാനമാണ് നിത്യകലശം. അതായത് മന്ത്രപൂരിതമായ കലശം. ഇവിടെ മന്ത്രം എന്താ? നമ്മൾ ദിവസവും വായിക്കുന്ന പുരാണം. ആ പുരാണ ശ്ലോകങ്ങളെ ഉൾക്കൊള്ളുന്ന യജുർവേദ സങ്കല്പത്തിലുള്ളതായ കലശം, അതാണ് നിത്യകലശം. പിന്നെ പ്രസ്തോതാവ് മുതലായിരിക്കുന്ന സ്ഥാനങ്ങളാണ് പാരായണം ചെയ്യുന്ന ആളുകൾ. ഈ യജ്ഞം ചെയ്യുന്ന ഭാരവാഹികൾ, ഇതിന് വേണ്ട നിയോഗങ്ങളൊക്കെ ഏറ്റെടുത്ത് അത് വേണ്ടതുപോലെ ചെയ്യുന്ന ആൾക്കാർ, ഈ യജ്ഞത്തിന്റെ യജമാനന്മാര്.
കഥ വ്യാഖ്യാനിക്കുന്ന സ്ഥാനമാണ് ആചാര്യസ്ഥാനം. അത്രയും. ഇതിന്റെ കുറച്ചുകൂടി വിശാലമായ രൂപമാണ് സോമയാഗം, അതിരാത്രം മുതലായവയിലൊക്കെ. അവിടെ ഈ കലശത്തിന് പകരം യഥാർത്ഥ വേദം ഹൃദയത്തിൽ ഓർമ്മിച്ചിരിക്കുന്ന ആളുകൾ, ഗുരുക്കന്മാരെ ഉണ്ടാവുന്നു. അത്ര വ്യത്യാസം. അപ്പൊ ബ്രഹ്മാവിന് പൂജയില്ലാതെ ഒരു പൂജയില്ല. ഏത് ശിവനെ പൂജിക്കുമ്പോഴും വിഷ്ണുവിനെ പൂജിക്കുമ്പോഴും ആ പൂജകളെല്ലാം ബ്രഹ്മാവിലേക്ക് കൂടി ഉള്ളതാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഇതൊന്നുകൂടി വ്യക്തമാക്കി തരുന്നുണ്ട് ലിംഗപുരാണം. അതെങ്ങനെയാണ്? നമ്മൾ ശിവലിംഗം എന്ന് പറയുമ്പോൾ ലിംഗത്തെ കാണുന്നത് സാക്ഷാൽ സദാശിവനായിട്ടാണ്. എങ്കിൽ കൂടിയും ആ ശിവലിംഗത്തിൽ അതിൻ്റെ അടിഭാഗം ബ്രഹ്മാവും മധ്യഭാഗം വിഷ്ണുവും അഗ്രം ശിവനുമാണ്. ഈ തൃത്വസങ്കല്പമാണ് ശിവലിംഗത്തിൻ്റെത്. ആ തൃത്വസങ്കല്പത്തെ നാദലിംഗമായി പറയുമ്പോൾ അത് പ്രണവസ്വരൂപമാകും. ആ മ എന്ന 3 തത്വങ്ങളാണ് ശിവലിംഗം. അപ്പോൾ അക്ഷരലിംഗമായി അത് മാറുമ്പോൾ ആ മ എന്ന അക്ഷരലിംഗം ഓം എന്ന പ്രണവമായി വരും. ഈ തൃത്വസങ്കല്പം ലിംഗാർത്ഥബോധകമായി മാറുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് സൃഷ്ടിസ്ഥിതി സംഹാര കാരണം എന്നാണ് ലിംഗത്തെ വ്യാഖ്യാനിക്കുന്നത്. ഇത് ലിംഗപുരാണത്തിൽ വളരെ വിശദമായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പുരാണം ആരംഭിക്കുന്നത്. ഈ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന രീതിയിലാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനെ സ്തുതിക്കുന്നത്. സ്തുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി ആരംഭത്തില് തൻ്റെ ഒരു ശിരസ് നുള്ളിയെടുത്ത ഭൈരവനോടുള്ള രോഷം കൊണ്ട് ഭൈരവനെയും ശപിച്ചു. തെറ്റ് ചെയ്താൽ ശിക്ഷ എല്ലാവർക്കും ഉണ്ടല്ലോ, ഈശ്വരനായാലും. ഈ നുള്ളിയെടുത്ത ഈ ശിരസ്സുണ്ടല്ലോ, ഈ കപാലമുണ്ടല്ലോ, അതും കയ്യിലേന്തി നിനക്ക് ഭിക്ഷയാചിക്കേണ്ടി വരട്ടെ, നിന്നെ ബ്രഹ്മഹത്യ പിന്തുടരും എന്നാണ് ശാപം. ഈ ശാപത്തിന്റെ കഥയൊന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. ഈ ശാപത്തിന്റെ കഥ വിസ്തൃതമാകുന്നത് വാമനപുരാണത്തിലും സ്കന്ദപുരാണത്തിലുമാണ്. മഹാഭാരതത്തിൽ അത് കുറച്ചുകൂടി മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. ആ കഥ കാശി മാഹാത്മ്യമായിട്ടാണ് ലിംഗപുരാണത്തിൽ വർണ്ണിക്കുന്നത്. എന്താ കാശി മാഹാത്മ്യം? അവിടുത്തെ കപാലമോചന തീർത്ഥത്തെ കുറിച്ച് പറയുമ്പോഴാണ് ബ്രഹ്മാവ് പറഞ്ഞ ഭൈരവന് കൊടുത്ത ഈ ശാപം എങ്ങനെയാണ് പൂർണ്ണമാകുന്നത് എന്ന് വ്യക്തമാക്കുന്നത്. ഭൈരവൻ ഈ ബ്രഹ്മാവിന്റെ തലനുള്ളിയെടുത്ത കപാലമുണ്ടല്ലോ, ആ കപാലം കയ്യിലെന്ത് ഭിക്ഷാന്തേഹി സ്വരൂപത്തിൽ അലഞ്ഞു നടന്നു. ഈ കപാലന്റെ പിന്നാലെ ബ്രഹ്മഹത്യയും ഉഗ്രമായിരിക്കുന്ന ഭാവത്തിൽ മുടിയൊക്കെ ഇങ്ങനെ ചിതറിക്കൊണ്ട് ബ്രഹ്മഹത്യ പാപസ്വരൂപിണി ഈ ഭൈരവനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നത്. ഭൈരവൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ബ്രഹ്മഹത്യ പാപവും പിന്നാലെ കൂടി. അവധൂതനല്ലേ ഭൈരവൻ, അത് ശ്രദ്ധിക്കുന്നേയില്ലേ, ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഭൈരവൻ എപ്പോഴാണോ ആനന്ദം എന്ന് പേരുള്ളതായ മഹത്തരമായ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചത്, ആ നിമിഷം ഈ ബ്രഹ്മഹത്യ അപ്രത്യക്ഷയായി. ആ ആശ്രമമാണ് കാശി എന്ന് വിശ്വസിക്കാറുള്ളത്. എന്നിട്ട് കാശി മഹാത്മ്യം പറയുന്നു, കാശിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങളൊക്കെ അപ്രത്യക്ഷമാകും. കാശിയിലേക്ക് പാപങ്ങൾക്ക് പ്രവേശനമില്ല. അതാണ് കപാലമോചന ക്ഷേത്രമായി പിന്നീട് വിഖ്യാതമായത്. ഭൈരവൻ ആ കപാലി സ്വരൂപം പരിത്യജിക്കുന്നത് അവിടെയാണ്. പക്ഷെ അവിടെ കാശിയിൽ ആ കപാലി സ്വരൂപത്തിൽ ഭഗവാന് പ്രതിഷ്ഠയുണ്ട്, അവധൂതേശ്വര ഭാവത്തിൽ.
ഈ കൈതപ്പൂവിനെ ശപിച്ചുവല്ലോ, നിന്നെ ഇനി ആരും പൂജയ്ക്ക് എടുക്കാതാവട്ടെ എന്ന്. കൈതപ്പൂ വളരെയധികം സങ്കടത്തോടുകൂടി ഭഗവാനോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ ശപിച്ചു കഴിഞ്ഞാൽ, ഒരു പൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ മുട്ടി വിരിഞ്ഞ് പൂവായി ഇരുന്ന അതിലെ തേനും പൂമ്പൊടിയും ഒക്കെ ചിത്രശലഭങ്ങളും ഷഡ്പഥങ്ങളും ഒക്കെ വന്ന് കുടിച്ച് പരാഗണം കഴിഞ്ഞാൽ പിന്നെ പൂവിന് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. എൻ്റെ ജന്മം വിഫലമായി പോയില്ലേ ഭഗവാനെ. ആരെങ്കിലുമൊക്കെ നുള്ളിയെടുത്ത് ഭഗവത് പാദങ്ങളിലേക്ക് അർപ്പിക്കുമ്പോഴല്ലേ പൂവിന്റെ ജന്മം സഫലമായി തീരുന്നത്. അതിനുള്ള ഭാഗ്യം എനിക്കില്ലാതായില്ലേ, ശാപം കിട്ടിയ പുഷ്പം എന്നാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കേതകി പുഷ്പമേ, നീ ഈ കള്ളം പറഞ്ഞ നിന്റെ തെറ്റുകൊണ്ടല്ലോ, പ്രേരിപ്പിച്ചല്ലേ. ഭയപ്പെടുത്തിയും പ്രേരിപ്പിച്ചും ചെയ്യുന്നതായ തെറ്റുകളെ തെറ്റെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാണ്. നീ എനിക്കെപ്പോഴും അലങ്കാരമായി പരിണമിക്കും. നിന്നെ ഞാൻ എപ്പോഴും എൻ്റെ തിരിജടയിൽ അലങ്കാരമായി സ്വീകരിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ കേതകി പുഷ്പം ശിവന് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ കളംപാട്ടൊക്കെ നടത്തുന്ന സമയത്ത് വേട്ടേക്കരന്റെ രൂപമൊക്കെ വരച്ച്, കളം വരച്ച് മുകളിൽ വിധാനിക്കും, കുരുത്തോല കൊണ്ടും മറ്റും വിധാനിക്കും. ആ വിധാനിക്കുമ്പോൾ ആ വിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട അലങ്കാരമാണ് കൈതപ്പൂവ്. ഇതൊന്നും പുരാണത്തിൽ പറയുന്നതല്ല. പുരാണത്തിൽ ഈ സങ്കല്പത്തെ നമ്മൾ എങ്ങനെയാണ് അനുഷ്ഠാനങ്ങളായി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് കൂടി ചേർത്ത് വെച്ച് കേൾക്കുമ്പോഴേ നമുക്കിതൊക്കെ ഓർമ്മയിൽ നിൽക്കും, അല്ലേ? ഇനിയിപ്പോ കൈതപ്പൂവ് എന്താണെന്ന് മനസ്സിലാവാത്ത കൂട്ടരുണ്ടോ? കൈതപ്പൂവ് കണ്ടിട്ടുള്ളവരൊന്ന് കൈവക്കണം. കൈതപ്പൂവ് കണ്ടിട്ടില്ലാത്തവരൊന്ന് കൈവക്കണം. കൈതപ്പൂവിന്റെ ഗന്ധം, അല്ലേ, കവിതകളിൽ മാത്രമായി ഒതുങ്ങി. പാട്ടുകളിലും കവിതകളിലും മാത്രമായി കൈതപ്പൂവും കൈതപ്പൂവിന്റെ ഗന്ധവും ഒക്കെ ഒതുങ്ങിയ കാലമാണ്. കൈതപ്പൂ മണമോലും തമ്പുരാട്ടി. തിരുവാതിരക്കളിയിലൊക്കെ വളരെ പ്രധാനമാണ്. തിരുവാതിരപ്പാട്ടുകളിലൊക്കെ കൈതപ്പൂവിന്റെ പാട്ട് ശിവന്റെ പാർവതിയുടെയും പ്രണയത്തിന്റെ പ്രതീകമായി കൈതപ്പൂവ് മാറുന്നുണ്ട് പലപ്പോഴും. അത് പുരാണങ്ങളിൽ നമുക്ക് കാണാം. കേതകി പുഷ്പത്താൽ അലങ്കരിക്കപ്പെട്ട ഭഗവാന്റെ തിരിജടയെ വർണ്ണിക്കുന്ന സ്തുതികളൊക്കെയുണ്ട്. പക്ഷെ ഇത് രസകരമായൊരു വർണ്ണനയാണ്. വെറുതെ ഒരു കൈതപ്പൂവിനെ എടുത്ത്, അല്ലെങ്കിൽ എത്ര പുഷ്പങ്ങൾ ഈ ലോകത്തുണ്ട്, അല്ലേ? ഇതെന്താ ഈ കൈതപ്പൂവിനെ തന്നെ പുരാണകാരൻ മനോഹരമായി കഥയുടെ ഭാഗമാക്കി മാറ്റി എന്ന് ചിന്തിക്കുമ്പോൾ വ്യാസൻ എത്ര സൂക്ഷ്മമായി പ്രകൃതിയെ നിരീക്ഷിച്ചിരിക്കുന്നു എന്നും ഈശ്വരൻ സ്വയം പ്രപഞ്ചമാണ് എന്ന തത്വമായി വിരാട് പുരുഷ സങ്കല്പത്തെ വർണ്ണിച്ച വേദങ്ങളും വേദത്തിന്റെ സങ്കല്പത്തെ സാധാരണക്കാരായ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി ആ അലങ്കാരങ്ങൾ പരിണമിക്കുന്നതും ഒക്കെയായ ഒരു വൈചിത്ര്യം ഈ പുരാണ കഥാപ്രവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കൈതപ്പൂ എവിടെയാണ് ഉണ്ടാവുക? കൈതക്കാട്ടിലാണ്. കൈതക്കാട് എവിടെയുണ്ടാകും? ഏതെങ്കിലും ഒരു കുളം അല്ലെങ്കിൽ ഒരു തടാകം, അതിന്റെ തീരത്താണ് കൈത നിറഞ്ഞു നിൽക്കുക. അപ്പൊ ജലം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ജലത്തിന്റെ തീരത്താണ് ഈ കൈത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. സാധാരണഗതിയിൽ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കൈതപ്പൂവിന്റെ മണം വന്നാൽ ഞങ്ങൾ ഈ കൈതപ്പൂ അന്വേഷിച്ച് പോവാറുണ്ട് കുളത്തിന്റെ പക്കത്തേക്ക്. അപ്പൊ മുത്തശ്ശി അവിടെ നിന്ന് പറയാം, അങ്ങോട്ട് പോകണ്ട, അപകടമാണ്. കാരണം എന്താ? ഈ കൈതക്കാട്ടിൽ മൂർഖം പാമ്പുണ്ടാവും, പാമ്പുകൾ, സർപ്പം സാന്നിധ്യം ഉണ്ടാവും എന്നാണ് സങ്കല്പം. സങ്കല്പമല്ല, അത് സത്യവുമാണ്. അപ്പൊ എന്തൊക്കെയായി അവിടെ? ജലമായി, കൈതക്കാട്, അല്ലേ, ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു കൈതക്കാട്, അതിൻ്റെ ഉള്ളിൽ സുഗന്ധം പുറത്തേക്ക് വമിച്ചുകൊണ്ട്
ആരും കാണാതെ ഒളിച്ചു നിൽക്കുന്ന മനോഹരമായ പുഷ്പം. അവിടെയോ അവിടേക്ക് പ്രവേശിക്കാൻ മറ്റുള്ളവരിൽ ഭയം ഉണർത്തുന്ന സർപ്പങ്ങളുടെ വിഹാരകേന്ദ്രം. ഇത്രയും നമ്മൾ മനസ്സിൽ ഭാവന ചെയ്യുമ്പോഴേക്കും വല്ലതും ഓർമ്മ വന്നു നമ്മുടെ മനസ്സിലേക്ക്. ഭഗവാൻ എന്താ പറഞ്ഞ, എൻ്റെ തിരിജടയിൽ ഞാൻ ഇതിനെ അലങ്കാരമാക്കുന്നു. ഇനി ഇതിനെ ഭഗവാന്റെ സ്വരൂപമായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഭഗവാന്റെ തിരിജടയിൽ എന്തൊക്കെയുണ്ട്? ജലമുണ്ട്. ആ തിരിജട തന്നെ ഒരു കൈതക്കാട് പോലെയാണ്. അതിലെ കൈതപ്പൂവോ സാക്ഷാൽ ചന്ദ്രനെ ചൂടിയിരിക്കുന്ന അതേ ആകൃതിയും കൈതപ്പൂവിന്റെ ആകൃതി ഒരുപോലെയാണ്. അല്ലേ? കൈതപ്പൂ കണ്ടിട്ടില്ലേ? ചന്ദ്രന്റെ ആകൃതിയാണ്, നേർത്ത ചന്ദ്രന്റെ ആകൃതിയാണ് യഥാർത്ഥത്തിൽ ഈ കൈതപ്പൂവിന്. അപ്പൊ ജലം എന്ന് പറയുന്നത് ഗംഗയാണ്. അപ്പൊ തിരുജടയാടുന്ന കൊടുങ്കാടിനുള്ളിൽ ഈ ചന്ദ്രരേഖയെ അലങ്കാരമായി വെച്ചിരിക്കുന്നത് പോലെ ആ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് ഈ പ്രകൃതിയും എന്നുള്ള തത്വത്തെ വളരെ മനോഹരമായി ദാർശനിക അലങ്കാരമായി സ്വീകരിച്ചിരിക്കുന്നു ഈ കഥാവർണ്ണനം. കഥ ഇവിടെ കഴിഞ്ഞില്ല. ഈ കഥയുടെ കുറച്ചുകൂടി ആന്തരികമായിരിക്കുന്ന ഒരു അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, ഇവർ ഈ അഗ്നിലിംഗത്തിന്റെ അറ്റം തേടിയാണ് യാത്ര ചെയ്തത്. ലിംഗം എന്ന പദത്തിന്റെ അർത്ഥം കാരണം എന്നാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യമാണ് ഈ അഗ്നിലിംഗം, അല്ലേ? പ്രപഞ്ച രഹസ്യത്തെ കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് ലോകത്തിലുള്ള സകല തത്വചിന്തകൾ. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഇതിന്റെ അതിരെവിടെ, ഇതിനൊരു തുടക്കമുണ്ടോ ഒരു ഒടുക്കമുണ്ടോ, ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങള് മനുഷ്യന്റെ ബുദ്ധിയിൽ ഉണ്ടായതായിരിക്കുന്ന ആ ആകാംക്ഷകളാണ് പലതരത്തിലുള്ള ഉത്തരങ്ങളായി, ദർശനങ്ങളായി, തത്വചിന്തകളായി ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടായത്. ഭാരതത്തിൽ മാത്രമല്ല, ഗ്രീക്ക് തത്വചിന്തകരുണ്ട്. പാശ്ചാത്യ നാടുകളിൽ പല വിധത്തിലുള്ളതായ പദാർത്ഥ വിചിന്തനമായി ഒക്കെ ഈ പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഈ അന്വേഷണങ്ങളുടെ ഒരു പ്രതീകാത്മകമായ വിവരണമായി ഈ കഥയെ നമ്മൾ സ്വീകരിച്ചാൽ, പ്രപഞ്ച രഹസ്യത്തെ തേടി യാത്ര ചെയ്ത എല്ലാ ജ്ഞാനമാർഗങ്ങളും ഉത്തരം കണ്ടെത്താതെ മടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. മഹാവിഷ്ണു പോയി അറ്റം കണ്ടെത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി പ്രപഞ്ച രഹസ്യം അന്വേഷിച്ചത് എവിടെയാണ്? തിരിച്ചു വന്ന് എവിടെ നിന്ന് യാത്ര തുടങ്ങിയോ അവിടെ ഇരുന്ന് അവനവന്റെ അന്തരംഗത്തിലേക്ക് യാത്ര ചെയ്തു മഹാവിഷ്ണു. ബ്രഹ്മാവോ കുറെ പോയി പറ്റില്ലെന്ന് കണ്ടപ്പോൾ ഉള്ള സ്ഥലത്ത് വെച്ച് ഒരു ചെറിയൊരു കള്ളം പറഞ്ഞ് കണ്ടെത്തി എന്നും പറഞ്ഞ് തിരിച്ചു പോയി. അത് ഭൗതികമായിരിക്കുന്ന അന്വേഷണമാണ്. പ്രപഞ്ചത്തിന്റെ അപാരതയെ തേടി ബാഹ്യമായുള്ള അന്വേഷണമാണ്. അതാണ് ബ്രഹ്മാവിന്റെ മുകളിലോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. ഈ ബാഹ്യാന്വേഷണം ഒരിക്കലും പൂർണ്ണമാവുകയില്ല. പക്ഷേ വിഷ്ണുവോ ഈ പ്രപഞ്ചത്തെ ആകമാനം അവനവന്റെ ഉള്ളിൽ സങ്കല്പിക്കുകയും ആ ധ്യാനത്തിലൂടെ വിഷ്ണു ആ അനുഭവം, പ്രപഞ്ചത്തിന്റെ കാരണത്തെ ആനന്ദമായി അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഭാരതീയ ദർശനങ്ങളൊക്കെ ഈ അന്തരംഗത്തിലേക്കുള്ള യാത്രയും പദാർത്ഥ വിചിന്തനങ്ങളാണ് ബ്രഹ്മാവ് ചെയ്ത യാത്രയുമായി നമുക്ക് സങ്കല്പിക്കേണ്ടത്. ഈ പദാർത്ഥ വിചിന്തനങ്ങളിൽ ചിലപ്പോഴൊക്കെ ഊഹാപോഹങ്ങളിലൂടെ ചില ഉത്തരങ്ങളെ അടിവരയിട്ട് ഉറപ്പിക്കും. കുറെ കാലം കഴിഞ്ഞ് ആ ഉത്തരം തെറ്റാണെന്ന് ബോധ്യപ്പെടും. വീണ്ടും അന്വേഷണം തുടരുന്നവർ പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തും. ആദ്യം ഭൂമി മലർന്ന് പരന്ന ഒന്നാണെന്ന് ധരിച്ചിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അത് വൃത്താകൃതിയാണ്. സൂര്യനെ ചുറ്റുന്നതായ ഭൂമി എന്നതായ കണ്ടെത്തലിലെത്തി. ഭൂമിയെ പോലെ അനവധി ഗോളങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി. ഇതൊക്കെ ശാസ്ത്രങ്ങളായി പിന്നീട് പരിണമിച്ചപ്പോൾ ജ്യോതിർഗോളങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രങ്ങൾ സയൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളുകളിൽ ഇത് പഠിക്കുകയും ചെയ്തു.
അങ്ങനെ പഠിച്ചപ്പോൾ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗോളങ്ങളും സൂര്യനോട് ഏറ്റവും അടുത്ത് ചേർന്നതായ ഗ്രഹം ചൊവ്വയും ബുധനും ഭൂമിയും ശുക്രനും വ്യാഴവും ശനിയും നെപ്റ്റ്യൂൺ യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ വരെയുള്ള 9 ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ക്രമത്തിൽ പഠിച്ചു. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും എന്ന് പറഞ്ഞ് ഈ നെപ്റ്റ്യൂണും പ്ലൂട്ടോവും യുറാനസും ഒക്കെ പഠിക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ക്രമത്തിൽ പറയാത്തത് കൊണ്ട് കുറെ ഹോംവർക്കും ചെയ്തിട്ടുണ്ട്, കുറെ ചീത്തയും കിട്ടിയിട്ടുണ്ട് ടീച്ചറുടെ കയ്യിൽ. അന്ന് പിന്നെ വാശി പിടിച്ച് പഠിച്ചു, എങ്ങനെയൊക്കെയോ ക്രമം ഒപ്പിച്ച് പറഞ്ഞു. കാലം കുറെ കഴിഞ്ഞ് കോളേജിലും പോയി, അതൊക്കെ കഴിഞ്ഞ് ജീവിതത്തിന്റെ പല പല ഘട്ടങ്ങളിൽ എത്തിയപ്പോഴാണ് ഒരു ദിവസം മുറ്റത്ത് വീണ പത്രത്തിന്റെ ആദ്യത്തെ തലക്കെട്ട് കണ്ട് ഞെട്ടി വരച്ചു. അന്ന് ഈ സയൻസ് ടീച്ചറോട് കുറെ ദേഷ്യം തോന്നി. എന്താ കാരണം? പ്രധാനപ്പെട്ട ഹെഡിങ് പ്ലൂട്ടോയെ കാണാനില്ല. അപ്പൊ ശാസ്ത്രം, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ബാഹ്യമായ അന്വേഷണങ്ങൾ ഒരിക്കലും ആത്യന്തികമായ ഉത്തരങ്ങളല്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും, ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. ആന്തരികമായ അന്വേഷണം. ഒരു മനുഷ്യ ജന്മം, നമ്മുടെ ഈ ജന്മം കൊണ്ട് ഈ രഹസ്യത്തെ മുഴുവൻ അറിയാൻ നമുക്ക് സാധിക്കുകയില്ല. അതറിയാനുള്ള വഴി, എന്തിനെയാണോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിനെ നമ്മുടെ അന്തരംഗത്തിൽ ഭാവന ചെയ്യുക എന്നതാണ്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഭൂതിയുണ്ട്. ഈ അനുഭൂതിയാണ് ആ അറിവ്. പക്ഷെ ആ അറിവിനെ പലപ്പോഴും നമുക്ക് വാക്കുകളാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക സാധിക്കുകയില്ല. ഇന്ന് ഭാഷ ഇത് അപൂർണമഹോ വന്നുപോകും പിഴയും അർത്ഥശങ്കയാൽ എന്ന് കുമാരനാശാൻ പറഞ്ഞതുപോലെ ചില അനുഭവങ്ങളെ ഉൾക്കൊള്ളുന്ന വാക്കുകൾ ഭാഷയിലില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ അനുഭവങ്ങളെ മനോഹരങ്ങളായിരിക്കുന്ന കഥകളായി നമുക്ക് പകർന്നു തരുന്നു. അതാണ് പുരാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലിംഗോദ്ഭവത്തിന്റെ കഥ ലിംഗപുരാണം വിശദമാക്കിക്കൊണ്ട് ലിംഗപദത്തിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. ലിംഗപുരാണത്തിൽ ആകമാനം പേര് സൂചിപ്പിക്കുന്നത് പോലെ സാക്ഷാൽ ശ്രീ മഹേശ്വരനെ സാക്ഷാത്കരിക്കുവാനുള്ള ധ്യാനമാർഗങ്ങളെ, ധാരണ പദ്ധതികളെ ഒക്കെ വിശദമായി പ്രതിപാദിക്കുന്നു. അഷ്ടാംഗയോഗ പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ട ധ്യാനമാർഗത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പ്രപഞ്ച കാരണമായി സാക്ഷാൽ ശ്രീ പരമേശ്വരനെ സാക്ഷാത്കരിച്ച് അനുഭവിക്കുവാനുള്ള, ശിവോഹം എന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള നമ്മുടെ ഉള്ളിലെ ഭക്തി പുഷ്ടിപ്പെടുത്തുന്ന രീതിയിലുള്ളതായ കഥകളാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇനി നാം ഇന്നലെ കൂർമ്മപുരാണത്തിൽ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ലിംഗപുരാണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയെ പറയാം. കൂർമ്മപുരാണത്തിൽ നമ്മൾ പറയുകയുണ്ടായി, മായാ വിഷ്ണുവിനെ കുറിച്ച് കൂർമ്മപുരാണം വർണ്ണിച്ചു. പാലാഴി മഥനത്തിൽ നിന്നും ഉണ്ടായ ലക്ഷ്മി ദേവിയുടെ കഥ പറഞ്ഞ് ആ ലക്ഷ്മി ഞാനും ഒന്ന് തന്നെ എന്ന് പറഞ്ഞ സാക്ഷാൽ മഹാവിഷ്ണു അസുരന്മാരെ മോഹിപ്പിക്കുന്നതിന് വേണ്ടി മായാരൂപമെടുത്തു. ആ മായാരൂപം പൂർണ്ണ നഗ്നമായ രൂപമാണ്, തലയിലൊരു മൈപ്പീലിയുമുണ്ട് എന്ന് പറഞ്ഞു. കൂർമ്മപുരാണത്തിൽ തന്നെ കൃഷ്ണന്റെ മറ്റൊരു രൂപം വർണ്ണിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കൃഷ്ണന്റെ രൂപം, കൃഷ്ണൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന രൂപം എന്താ? മൈപ്പീലിയൊക്കെ വെച്ച് നീലമേഘ ശ്യാമളനായി പീതാംബരപ്പട്ടുടുത്ത് ഓടക്കുഴലും കയ്യിലേന്തിക്കൊണ്ട് മന്ദസ്മിതത്തോടുകൂടി ലോകത്തെ മുഴുവൻ കടാക്ഷിക്കുന്നതായ മനോഹരമായ ശ്രീകൃഷ്ണ സ്വരൂപം അല്ലേ? കാലും പിണച്ച് കുഴലൂതി ചിരിച്ചുകൊണ്ടും പീലിക്കിരീടമഴകാർന്ന മുഖത്തുഗോപി. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മുടെ മനസ്സിൽ കാണുന്നത്. ആ കൃഷ്ണന്റെ നിറം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കറുത്തിട്ടാണ്, ചിലര് പറയും നീലയാണ്. ഗുരുവായൂരൊക്കെ തൊഴാൻ പോകുമ്പോഴാണ് അപ്പുറത്തും ഇപ്പുറത്തും പച്ചയും സ്വർണ്ണക്കളറും വെള്ളിക്കളറും മഞ്ഞ നിറവും ചുവപ്പ നിറവും ഒക്കെയുള്ള കൃഷ്ണന്മാരെ കാണാൻ പറ്റും.
അങ്ങനെയുള്ള ഒരു രൂപവ്യത്യാസമല്ല ഇവിടെ പറയുന്നത്. പൂർവ്വപുരാണത്തിൽ വർണ്ണിക്കുന്ന ഒരു കൃഷ്ണനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് സങ്കല്പത്തിൽ പോലും അങ്ങനെ ഒന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതിങ്ങനെയാണ്. മഞ്ഞു മൂടിക്കിടക്കുന്നതായ ഹിമാലയം, കൈലാസത്തിന്റെ താഴ്വര, ആ ഹിമപീഠത്തിൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്നു, ധ്യാനിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ രൂപം തലമുണ്ടനം ചെയ്തിരിക്കുന്നു, മരമുടി ധരിച്ചിരിക്കുന്നു, ശരീരം അസ്ഥിപ്രായമായി മാറി. ഒരു മഹാതപസ്വിയുടെ രൂപം. നമ്മൾ ഈ കാണുന്ന മൈപ്പീലിയുമില്ല, ഓടക്കുഴലുമില്ല, പീതാംബരപ്പട്ടുമില്ല, പുഞ്ചിരിയുമില്ല, ഒന്നുമില്ല. എന്തിനു വേണ്ടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ കൈലാസത്തിന്റെ താഴ്വരയിൽ തലമുണ്ടനം ചെയ്ത് ഒരു മഹായോഗിയായി തപസ്സനുഷ്ഠിക്കുന്നത് എന്നതാണ് പൂർവ്വപുരാണത്തിലെ കഥ. ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് അന്തഃപുരങ്ങളിൽ 16,108 ധർമ്മപത്നിമാരുണ്ട്. പ്രധാനപ്പെട്ട 8 പേരെ ആദ്യം ഭഗവാൻ വിവാഹം കഴിച്ച് രുക്മിണി ദേവിയെ രാക്ഷസ വിധി പ്രകാരം ഭീഷ്മകപുത്രിയായി രുക്മിണിയെ വിവാഹം കഴിച്ചു. പിന്നീട് സ്യമന്തകരത്നത്തിന്റെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഭഗവാൻ സ്യമന്തകരത്നം തേടിപ്പോയി. ശ്രീകൃഷ്ണൻ കള്ളനാണ്, കൊലപാതകിയാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുൻപിൽ തന്റെ സത്യസന്ധത തെളിയിക്കുന്നതിന് വേണ്ടി ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് ഭഗവാൻ തന്നെ ഉപദേശിച്ചത് പ്രകാരം തനിക്ക് വന്നു ചേർന്ന അപകീർത്തിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോയ കൃഷ്ണൻ സ്യമന്തകമണി കഴുത്തിലിട്ട് പോയ സത്രാജിത്തിന്റെ അനുജനായ പ്രസേനൻ മരിച്ചു കിടക്കുന്നത് കാണിച്ചു കൊടുത്തു പൗരജനങ്ങൾക്ക്. ആ പ്രസേനന്റെ കുതിരയും ചത്ത് കിടക്കുന്ന ആ കുതിരയുടെ മാംസം കഴിച്ച് ഏതോ ഒരു ജീവി ഇതിലേറെ പോയിട്ടുണ്ട്, അത് സിംഹമാണെന്ന് മനസ്സിലായി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആ സിംഹവും ചത്ത് കിടക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. ആ സിംഹത്തെ കൊന്നത് ആരാണ് എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് ഭഗവാൻ പ്രവേശിക്കേണ്ടി വന്നത്. പൗരന്മാരൊക്കെ പുറത്തു നിന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അപകടം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവനവന് ഒരു അപകടം വന്നാൽ അവനവൻ തന്നെ അതിൽ നിന്ന് രക്ഷ നേടണം. ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വരുമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്നത് ശരിയല്ല. പറയാനും ഉപദേശിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. ഭഗവാന് പോലും കൂട്ടിനാരും ഉണ്ടായില്ല എന്നാണ് സ്യമന്തക എന്ന് പറയുന്നത്. അകത്ത് ചെന്നപ്പോ ഉഗ്രമായിരിക്കുന്ന ഇരുട്ടിൽ നിന്ന് ആ രത്നത്തിന്റെ തിളക്കം കണ്ടു. അവിടെ അതാ ഒരു ബാലിക ഇരിക്കുന്നത് കണ്ടു. ആ രത്നം ചോദിച്ചപ്പോഴേക്കും ഇരുട്ടിൽ നിന്ന് ഉഗ്രരൂപത്തിൽ ഒരു വാനരൻ വന്ന് ഭഗവാന്റെ ദേഹത്ത് ആഞ്ഞിട്ടിച്ചു. 28 ദിവസം യുദ്ധം നടന്നു ജാമ്പവാനും കൃഷ്ണനും തമ്മിൽ. യുദ്ധത്തിനൊടുവിൽ അത് കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി ജാമ്പവാൻ സ്തുതിച്ചു. ജാമ്പവാൻ തന്റെ പുത്രിയായ ജാമ്പവതിയെ ഭഗവാൻ വിവാഹം കഴിച്ചു. തിരിച്ചു വന്നപ്പോഴേക്കും സ്യമന്തകമണി തിരിച്ചു കിട്ടി. കൃഷ്ണനല്ല ഇതൊന്നും ചെയ്തതെന്ന് മനസ്സിലാക്കി കൃഷ്ണനെ കുറിച്ച് അപകീർത്തി പറഞ്ഞതിൽ ദുഃഖിച്ചവനായിരിക്കുന്ന സത്രാജിത്ത് തന്റെ മകളായ സത്യഭാമയെ പ്രായശ്ചിത്തമായി കൃഷ്ണന് കൊടുത്തു. അങ്ങനെ സത്യഭാമയെ കല്യാണം കഴിച്ചു. പിന്നെ സ്വയംവര മണ്ഡപത്തിൽ ചെന്ന് തിരിയുന്ന ചക്രത്തിൽ ഘടിപ്പിച്ചതായ മത്സ്യത്തിന്റെ കണ്ണിൽ താഴെയുള്ള പാത്രത്തിലെ ജലത്തിൽ പ്രതിബിംബത്തിൽ നോക്കിക്കൊണ്ട് അമ്പെയ്ത് ആ കണ്ണിൽ തറപ്പിച്ച് സ്വയംവരത്തിൽ വിജയിച്ച് ലക്ഷ്മണയെ ഭഗവാൻ വിവാഹം ചെയ്തു. നാഗ്രജിത്തിന്റെ പുത്രിയായ സത്യയെ ഭഗവാൻ വിവാഹം ചെയ്തു. ഭഗവാനെ തന്നെ ഭർത്താവായി കിട്ടണമെന്ന് വിചാരിച്ച് തപസ് ചെയ്ത കാളിന്തിയെ ഭഗവാൻ വിവാഹം ചെയ്തു. ബന്ധുക്കളെല്ലാവരും ചേർന്ന് ഭഗവാനെ തന്നെ മനസ്സിൽ സങ്കല്പിച്ച് കുട്ടിക്കാലം മുതൽ കഴിഞ്ഞ ഭദ്രയെ ഭഗവാൻ വിവാഹം ചെയ്തു. അങ്ങനെ 8 വിവാഹങ്ങൾ ആദ്യം നടന്നു. പിന്നെ ഇന്ദ്രലോകത്തിൽ ഇന്ദ്രന്റെ വെൺകൊറ്റക്കുടയും ഇന്ദ്രമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും മോഷ്ടിച്ചതായ നരകാസുരനെ വധിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഇവിടെ നിന്ന് സത്യഭാമയോടൊപ്പം സ്വർഗത്തിൽ ചെന്ന് ഈ നരകാസുരന്റെ കോട്ടയിലേക്ക് ചെന്ന് അവിടെ പ്രാഗ്ജ്യോതിഷം എന്ന പുരിയുടെ പ്രധാന കവാടത്തിൽ നിൽക്കുന്നവനായിരിക്കുന്ന 5 തലയുള്ള അസുരനായ മുരനെ വധിച്ച് മുരാരിയായി നരകാസുരനെയും വധിച്ചു. നരകാസുരന്റെ കൊട്ടാരത്തിലെ കട്ടുറുങ്കിൽ പാർപ്പിച്ചിരുന്നതായ 16,100 കന്യമാരെയും സ്വതന്ത്രരാക്കി. അപ്പൊ അവര് പറഞ്ഞു, ഇനി ഞങ്ങള്
അങ്ങേ മാത്രമേ ശരണം പ്രാപിക്കൂ, അങ്ങാണ് ഞങ്ങളുടെ ഭർത്താവ്. ഭർത്താവ് പറഞ്ഞ രക്ഷകൻ. ഇനി വേറെ എവിടേക്കും ഞങ്ങൾ പോകില്ല. ഭഗവാൻ പറഞ്ഞു, നിങ്ങളെ കാത്ത് നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരൊക്കെ ഇരിക്കുന്നില്ലേ, അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, സഹോദരന്മാരുണ്ടാവും, അവരുടെ അടുത്തേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവരൊന്നും ഞങ്ങളെ രക്ഷിക്കാൻ വന്നില്ലല്ലോ, ഇനിയിപ്പോൾ അങ്ങ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രക്ഷ എന്ന് പറഞ്ഞ് അഭയം പ്രാപിച്ചപ്പോൾ ഭഗവാൻ അവരെയും കൊണ്ട് ഭൂമിയിലേക്ക് വന്നു. 16,100 പേരെ ഭഗവാൻ കൊണ്ടുവന്ന് വെറുതെ അവിടെ ഇവിടെ പാർപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്തൊക്കെ പറയും? ഒരു അസുരന്റെ കോട്ടയിൽ ഇത്രകാലം കഴിഞ്ഞ ഈ സ്ത്രീകളെ കുറിച്ച് എന്തൊക്കെ അപവാദങ്ങൾ ലോകത്ത് പറയും? പൂർവ്വജന്മത്തിൽ ശ്രീരാമനായിരുന്നപ്പോ രാക്ഷസ കോട്ടയിൽ കുറച്ച് ദിവസം താമസിച്ച സീതയെ കുറിച്ച് എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞ ആളുകളാണ് ഇവിടെ. അപ്പോൾ ഈ സ്ത്രീകളെ സുരക്ഷിതരാക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? ദ്വാരകയിലെ പ്രഥമ വനിതാസ്ഥാനം എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് 16,100 മണ്ഡപങ്ങൾ, കതിർമണ്ഡപങ്ങൾ ഒരുക്കി 16,100 രൂപങ്ങൾ എടുത്ത് ഈ 16,100 സ്ത്രീകളെയും വിവാഹം കഴിച്ചു. ഈ കഥയൊക്കെ കേട്ടിട്ട് ചിലരൊക്കെ പറയും, ശ്രീകൃഷ്ണൻ 16,108 കല്യാണം കഴിച്ചിട്ടില്ലേ, പിന്നെ എന്താ നമുക്ക് 4, 5, 6 ഒക്കെ ആയാൽ കുഴപ്പമൊന്നും ചോദിച്ചു. പക്ഷെ കഥ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഒരു ശ്രീകൃഷ്ണന് 16,108 ധർമ്മപത്നിമാരായിരുന്നില്ല, 16,108 ശ്രീകൃഷ്ണന്മാർക്ക് 16,108 ധർമ്മപത്നിമാരായിരുന്നു, അല്ലേ? അത് കണ്ടത് നാരദ മഹർഷിയാണ്. ഈ ഭഗവാൻ 16,108 ധർമ്മപത്നിമാരുമായിട്ട് എങ്ങനെയാണ് ഗൃഹസ്ഥ ധർമ്മം അനുഷ്ഠിക്കുന്നത് എന്ന് അത്ഭുതത്തോടുകൂടി ചിന്തിച്ച് നാരദ മഹർഷി ഭഗവാന്റെ ലീലാവിലാസങ്ങളൊക്കെ കാണാൻ വേണ്ടി ദ്വാരകയിൽ എത്തിയപ്പോൾ മട്ടുപ്പാവിൽ നിൽക്കുന്ന കൃഷ്ണൻ നാരദനെ വിളിച്ചു. നാരദ പക്ഷേ വരൂ എന്ന് പറഞ്ഞപ്പോൾ നാരദൻ നോക്കിയപ്പോ രുക്മിണി ദേവിയോടൊപ്പമാണ് കൃഷ്ണൻ നിൽക്കുന്നത്. എന്നാ പിന്നെ സത്യഭാമയോട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം വിചാരിച്ചിട്ടാണ് നാരദ പക്ഷെ നേരെ ഞാൻ ഇപ്പൊ വരാൻ കൃഷ്ണ എന്നത് സത്യഭാമയുടെ അന്തപുരത്തിൽ പോയി. അവിടെ ചെന്നപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ അതാ സത്യഭാമയെ മടിയിൽ ഇരുത്തിക്കൊണ്ട് അതാ വിശറി കൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നു, കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ഇവിടെ എത്തിയോ? ഏതെങ്കിലും വഴി കൂടെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. നേരെ ജാമ്പവതിയുടെ അന്തപുരത്തിൽ പോയി. അവിടെ നോക്കിയപ്പോൾ കൃഷ്ണനും ജാമ്പവതിയും ചതുരംഗം കളിക്കുന്നു. സത്യയുടെ അന്തപുരത്തിൽ പോയപ്പോൾ അവിടെയും കൃഷ്ണൻ, മിത്രവിന്ദയുടെ അന്തപുരത്തിൽ പോയപ്പോൾ അവിടെയും കൃഷ്ണൻ, കാളിന്ദയുടെ അന്തപുരത്തിൽ കൃഷ്ണൻ, ഭദ്രയുടെ അന്തപുരത്തിൽ കൃഷ്ണൻ, എല്ലായിടത്തും കൃഷ്ണൻ. സുധർമായണ മന്ത്രിസഭയിൽ കൃഷ്ണനുണ്ട്. ആയോധന വിദ്യകൾ പഠിപ്പിക്കുന്നതായ ഗുരുകുലത്തിൽ കൃഷ്ണനുണ്ട്. വേദം പഠിപ്പിക്കുന്നവിടത്ത് കൃഷ്ണൻ, ശ്രാദ്ധമുള്ളിടത്ത് കൃഷ്ണൻ, പിറന്നാളുള്ളിടത്ത് കൃഷ്ണൻ, സകല സ്ഥലത്ത് കൃഷ്ണൻ, സർവം കൃഷ്ണമയം. കാലത്ത് അന്തഃപുരങ്ങൾ 16,108 അന്തഃപുരങ്ങളുടെ രാജവീതിയുടെ മധ്യത്തിൽ കൃഷ്ണരഥം ദാരികം കൊണ്ടുവന്ന് നിർത്തുമ്പോൾ 16,108 അന്തഃപുരങ്ങളിൽ നിന്ന് 16,108 കൃഷ്ണന്മാര് പുറത്തേക്കിറങ്ങും. ഈ എല്ലാ കൃഷ്ണന്മാരും ഒന്നാവും, രഥത്തിലേറും, നേരെ സുധർമായ മന്ത്രിസഭയിലേക്ക് പോകും. കാലത്ത് ദ്വാരകയിൽ ചെന്ന് എല്ലായിടത്തും കൃഷ്ണൻ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരും. തിരിച്ചു വന്ന് അന്തഃപുരത്തിന് മുമ്പിലെത്തുമ്പോൾ ഓരോ അന്തഃപുരത്തിലേക്കും ഓരോ കൃഷ്ണന്മാരായി കയറിപ്പോകും. ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 4, 5 ഒക്കെ ആവാം. വെറും മാനുഷികമായിരിക്കുന്ന യുക്തിയിലൂടെ ഈ പുരാണ കഥകളെ നോക്കി കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ളതായ അർത്ഥശൂന്യമായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ പുരാണ കഥകളിൽ ഈ സാങ്കത്യം കൃഷ്ണൻ മനുഷ്യനല്ല ഈശ്വരനാണ്. അങ്ങനെയുള്ള 16,108 ധർമ്മപത്നിമാരുമായി ഗൃഹസ്ഥധർമ്മത്തെ അനുഷ്ഠിച്ച് ലോകത്തിന് ഭഗവത്ഗീത എന്ന മഹാതത്വം ഉപദേശിച്ചു കൊടുത്ത സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് പൂർവ്വപുരാണം ഇപ്പൊ എങ്ങനെ വർണ്ണിച്ചത്? തലയൊക്കെ മുണ്ടനം ചെയ്ത് മരവുരിയൊക്കെ ധരിച്ച് അസ്ഥിപ്രായനായി തപസ് ചെയ്യുന്ന കൃഷ്ണനായിട്ട്, അവധൂത കൃഷ്ണനായിട്ട്. എന്താ അതിന് കാരണം? ഈ 16,108 ധർമ്മപത്നിമാരിലും കൃഷ്ണന് 10 പുത്രന്മാരുണ്ടായി. അവരാണ് യാദവ വംശമായി പരിണമിച്ചത്. പക്ഷെ അതിൽ ജാമ്പവതിക്ക് മാത്രം പുത്രന്മാരുണ്ടായില്ല. അപ്പൊ ജാമ്പവതി കൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, സൽസന്താനങ്ങൾ ഉണ്ടാവാൻ സാക്ഷാൽ മഹാദേവനെ ഉപാസിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങ് മഹാദേവനെ ഉപാസിക്കൂ എന്ന് ജാമ്പവതിയുടെ ആഗ്രഹപ്രകാരം സൽസന്താന ലബ്ധിക്ക് വേണ്ടി ശിവനെ ഉപാസിക്കാനായി കൃഷ്ണൻ ഹിമാലയത്തിന്റെ സാനുപ്രദേശത്തെത്തി. അപ്പോൾ അവിടെയുള്ള ഋഷീശ്വരന്മാര് ഭഗവാനെ കണ്ട് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഉപമന്യു എന്ന മഹർഷീശ്വരൻ പറഞ്ഞു, അലയോ ശ്രീകൃഷ്ണ,
ഇതാണ് തപസ്സിന് പുണ്യതമായ സ്ഥാനം. ഈ സ്ഥാനത്ത് വെച്ചിട്ടാണ് സാക്ഷാൽ ഭൃഗുമഹർഷി ശിവനെ പ്രീതിപ്പെടുത്തി ശുക്രനെ പുത്രനായി നേടിയത്. ഈ സ്ഥാനത്ത് വെച്ചിട്ടാണ് സാക്ഷാൽ യാജ്ഞവൽക്യൻ എന്ന മഹാഋഷീശ്വരൻ വിശ്വത്തിന്റെ മുഴുവൻ കാരണത്തെ, രഹസ്യത്തെ സ്വാംശീകരിച്ച് തൈത്തരീയ സംഹിത രചിച്ചത്. അങ്ങനെയുള്ളതായി പുണ്യതമായ ഒരു ഇടമാണിത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചുകൊണ്ട് ശിവോപാസനകളൊക്കെ ഉപദേശിച്ചു. ആ ശിവോപാസനയെ സ്വീകരിച്ചതായ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഹിമാലയ സാനുക്കളിൽ തപം ചെയ്തു. ആ തപസ് ചെയ്യുന്ന രൂപമാണ് കൂർമ്മപുരാണം വർണ്ണിച്ചത്. തലയൊക്കെ മുണ്ടനം ചെയ്ത് മരവുരി ധരിച്ച കൃഷ്ണൻ. ആ അവധൂത കൃഷ്ണന്റെ മുമ്പിൽ സാക്ഷാൽ ശ്രീ ശങ്കരൻ പ്രത്യക്ഷപ്പെടും. ശങ്കരൻ കൃഷ്ണനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ യദുകുലശ്രേഷ്ഠനായ ഭഗവാനെ, അവിടുന്ന് ഞാനും രണ്ടും രണ്ടല്ല. ഇപ്പോൾ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി മനുഷ്യരൂപം കൊണ്ട് അവതരിച്ചത് കൊണ്ട് മനുഷ്യനാട്യത്തെ ചെയ്യുകയാണ് അവിടുന്ന്. ലോകധർമ്മം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണല്ലോ ഈ അവതാരം. അതിനാൽ അങ്ങിപ്പോൾ ചെയ്യുന്നതായ സന്താനലബ്ധിക്ക് വേണ്ടിയുള്ള ഈ തപസ്സിൽ ഞാൻ പ്രീതനായിരിക്കുന്നു. വരം ചോദിക്കലും കൊടുക്കലും ഒക്കെ വേണ്ടത് വ്യത്യസ്തമായിരിക്കുന്ന തലങ്ങളിൽ നിൽക്കുന്നവരുമായിട്ടാണ്. നമ്മൾ രണ്ടും ഒന്നാണെന്നിരിക്കെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞാനിത് അനുഗ്രഹം തരുന്നു, അങ്ങേക്ക് സത്സന്താനം ഉണ്ടാവട്ടെ. അങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ചു. ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആനന്ദപുളകിതഗാത്രനായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നെ കുറെ കാലം കൈലാസത്തിൽ തന്നെ വസിച്ചു. ഇങ്ങനെ ഒരു കഥ കൂർമ്മപുരാണത്തിൽ പറയുന്നു. ഈ കഥ ലിംഗപുരാണത്തിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ലിംഗപുരാണം പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനമുണ്ട്, ഉപാസനയെ കുറിച്ചുള്ളൊരു ദർശനം. എന്താണ് ഈ ഹിന്ദുക്കൾക്ക് 33 കോടി ദേവതകൾ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ പലരും. എത്ര ഈശ്വരന്മാരായി ഹിന്ദുക്കൾക്ക്? ഇതിലെന്ത് യുക്തിയാണുള്ളത്? ഒരേ ഈശ്വരനെ ഉള്ളൂ എന്ന് പറയുകയും ചെയ്യാം. ബ്രഹ്മം ബ്രഹ്മം എന്ന് എപ്പോഴും പറയുന്നു. എന്നിട്ടോ പ്രതിമകളിലും ചിത്രങ്ങളിലും കാവ്യരൂപങ്ങളിലും പുരാണങ്ങളിലുമായി അനവധി ദേവതകളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അനവധി അനുഷ്ഠാനങ്ങൾ, ആചാര പദ്ധതികൾ. ഇതാണോ? ഇതെന്ത് യുക്തിയാണ്? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹിന്ദു എന്ന് അഭിമാനിക്കുന്ന നമ്മളിൽ പലർക്കും ഉത്തരം പറയാനില്ല. ഉത്തരം പറയാനില്ലാതെ പോയത് ഈ 33 കോടി സങ്കല്പത്തിന്റെ ദാർശനിക തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് വ്യാസൻ ഈ 18 പുരാണങ്ങളും രചിച്ചത്. വ്യാസശബ്ദത്തിനർത്ഥം വിശാലത്വമാണ്. പ്രപഞ്ചം സ്വയം ഈശ്വരനാണ് എന്ന സങ്കല്പമാണ് വേദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് വിരാട് പുരുഷ സങ്കല്പം. ലിംഗപുരാണത്തിലും ഈ വിരാട് പുരുഷ സങ്കല്പം പറഞ്ഞുകൊണ്ട് പറയുന്നു, ഈ പ്രപഞ്ചത്തിൽ സകലതും ചരങ്ങളും അചരങ്ങളുമായത് എല്ലാം തന്നെ സാക്ഷാൽ മഹാദേവനാണ്. ഈശ്വരനെന്നും സത്യോജാതനെന്നും നാരായണനെന്നും ഒക്കെ വിളിക്കുന്നത് ഈ ഭഗവാനെ തന്നെയാണ്. പ്രണവസ്വരൂപനാണ് ഭഗവാൻ. പഞ്ചഭൂതാത്മക തത്വമാണ്. ഭൂതങ്ങൾക്ക് അധിപതിയാണ്, പശുക്കൾക്ക് അധിപതിയാണ്. പശൂനാം പതയേ നമഃ. അപ്പോൾ എന്തുകൊണ്ട് ഈ 33 കോടി സങ്കല്പം? പ്രപഞ്ച സ്വരൂപമാണ് ഭഗവാനെങ്കിൽ പ്രപഞ്ചത്തിലെ ഏത് ഭാവമായിട്ടും നമുക്ക് ഈശ്വരനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് ഈ ഹിന്ദു സംസ്കൃതിയിൽപ്പെട്ടവർക്ക് മാത്രമുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ളതായ മതങ്ങളെ സ്വീകരിച്ചവർക്ക് ആ മത അനുഷ്ഠാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈശ്വര വിഗ്രഹങ്ങളെ മാത്രമേ ആരാധിക്കാൻ അർഹതയുള്ളൂ. അവർ പറയുന്ന ഏതെങ്കിലും ഈശ്വര സങ്കല്പത്തിൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ സാധിക്കൂ. പക്ഷേ ഹിന്ദുധർമ്മത്തിൽ മരമായും പുഴയായും മലയായും മനുഷ്യനായും മൃഗമായും പക്ഷിയായും
ആണായും പെണ്ണായും കൊച്ചുകുട്ടിയായും പടുവൃദ്ധനായും ഒക്കെ ഈശ്വരനെ കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭക്തിരേവ സ്വതന്ത്രത. അത് ഭാഗവതം നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന ദർശനം. സ്വാതന്ത്ര്യമാണ് ഭക്തി. ഈശ്വരനെ ഏത് ഭാവത്തിലും ഏത് രൂപത്തിലും കാണുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഹിന്ദുധർമ്മത്തിലെ ആരാധനയുടെ മഹത്വം എന്ന് പറയുന്നത്. അത് ലിംഗപുരാണം പറഞ്ഞത് ആത്മവത് സർവഭൂതാനാം ഹിതായൈവ പ്രവർത്തനം. സർവഭൂതങ്ങളെയും നമുക്ക് ആത്മസ്വരൂപമായി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈശ്വരന്റെ രൂപം ഓരോ വ്യക്തിയും ഉപാസനയിലൂടെ ഏത് ഭാവത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു ആ ഭാവത്തിൽ മുന്നിൽ പ്രത്യക്ഷമാവുന്നു എന്നാണ് പുരാണം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ പ്രത്യക്ഷമായ രൂപങ്ങളെ കുറിച്ചുള്ളതായ കഥകളാണ് പുരാണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഭഗവാൻ മൃത്യുഞ്ജയനായി അവതാരം ചെയ്ത കഥ ലിംഗപുരാണത്തിലെ ആദ്യത്തെ ഭഗവത് സ്വരൂപത്തിന്റെ കഥയായിട്ട് വർണ്ണിക്കുന്നത്. ശ്വേതൻ എന്ന് പറയുന്ന മഹർഷി, അദ്ദേഹം ഗിരിശൃംഗത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരമധാർമ്മികനായിരുന്നു, മഹാശിവഭക്തനായി. അദ്ദേഹത്തിന് ആയുസ് കഴിഞ്ഞു. ആയുസ് കഴിഞ്ഞാൽ പിന്നെ ആ ആയുസ് കഴിഞ്ഞ ശരീരത്തിൽ നിന്ന് ജീവനെ വേർപെടുത്തി ആ ശരീരത്തിൽ ഇരുന്ന് ചെയ്ത പുണ്യത്തിന്റെ ഫലങ്ങളൊക്കെ അനുഭവിക്കുന്നതിന് വേണ്ടി സൂക്ഷ്മങ്ങളായിരിക്കുന്ന ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ട ആളാണ് യമൻ. യമദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ശ്വേതന്റെ അടുത്ത്. അപ്പൊ ശ്വേതൻ നോക്കിയപ്പോ യമദേവൻ വന്നിരിക്കുന്നു. എന്താ ചോദിച്ചു? അങ്ങയുടെ ആയുസ് കഴിഞ്ഞു, അങ്ങയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ശ്വേതൻ പറഞ്ഞു, അതെങ്ങനെയാ? ഞാൻ അങ്ങയുടെ ഒപ്പം വരില്ല. ഞാൻ ആരാധിക്കുന്നത് സാക്ഷാൽ ഭഗവാനെയാണ്, ശ്രീ പരമേശ്വരനെയാണ്. ഇത് കേട്ടപ്പോ യമൻ ഇത്തിരി ദേഷ്യപ്പെട്ടു. ആരാധനയൊക്കെ മതി, ഇപ്പൊ ആരാധിച്ച ആളെവിടെ? ശിവനെവിടെ? ഭൂതഗണങ്ങളെവിടെ? ഈ ശരീരം ഉള്ളപ്പോഴല്ലേ ആരാധനയൊക്കെ നടക്കൂ. ഈ ശരീരം ഉപേക്ഷിക്കേണ്ട സമയമായി, താങ്കൾ എന്നോടൊപ്പം വരിക എന്ന് വീണ്ടും പറഞ്ഞപ്പോൾ ശ്വേതമുനി പറഞ്ഞു, നിങ്ങൾക്ക് കാണാനില്ലെന്നിരിക്കെ ഈശ്വരൻ ഇല്ലെന്ന് അർത്ഥമില്ലല്ലോ. ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ട്, എനിക്ക് കാണാമല്ലോ. ആ ഭഗവാന്റെ അനുവാദമില്ലാതെ ഞാൻ എവിടേക്കും വരികയില്ല എന്ന്. അപ്പൊ യമന് കുറച്ചുകൂടി ക്രോധമായി. അങ്ങേക്ക് കാണാവുന്നത് എന്താ, എനിക്ക് കാണാൻ കഴിയാത്തത്? അപ്പൊ ശ്വേതം പറഞ്ഞു, അത് അങ്ങയുടെ ഉള്ളിൽ ആ ഈശ്വരനെ വേണ്ടതുപോലെ കാണത്തക്ക യോഗ്യത ഉണർത്തുന്ന ഭക്തിയില്ലാത്തത്. ഞാൻ സൂര്യന്റെ പുത്രനാണ്. ഈ പ്രപഞ്ചത്തിലെ സകല ജീവന്മാരെയും ശരീരങ്ങളിലൂടെ പ്രവേശിപ്പിക്കുന്നതും വേർപെടുത്തുന്നതും എന്റെ ശക്തി തന്നെയാണ്. അങ്ങനെയുള്ള എന്നോട് ധിക്കാരം പറയുന്നു. ദാ ഇപ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് യമൻ തന്റെ പാശം ചുഴറ്റി ഈ ശ്വേതന്റെ നേരെ എറിയാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. പശുത്വത്തിന്റെയും പാശത്വത്തിന്റെയും പശുപതിത്വത്തിന്റെയും അർത്ഥത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ കഥ ഇതിൽ വിരിയുന്നത്. പശുത്വം എന്ന് പറഞ്ഞാൽ മൃഗത്വമാണ്. അഹങ്കാരമാണ് മൃഗത്വത്തിന്റെ അവസ്ഥ. പാശത്വം എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതായ കർമ്മങ്ങളുമായുള്ള മമതാബോധമാണ്, ബന്ധനമാണ് പാശത്വം. ആ ബന്ധനമാണ് നരകാദി ലോകങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഇതിനെല്ലാം ഇല്ലാതാക്കാൻ പശുപതിത്വത്തിലേക്ക് ചേർന്ന് നിൽക്കുക. പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും പതിയായിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കുക. ഭഗവാനെ ആശ്രയിച്ചാലോ ഈ അഹങ്കാരം എന്ന പശുത്വവും കർമ്മപാശം എന്ന ബന്ധനവും ഇല്ലാതായിത്തീരുന്നു. അവർ മൃത്യുഞ്ജയന്മാരായിത്തീരുന്നു എന്ന് കഥ പറയുന്നു. ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി യമദേവൻ പേടിച്ചു പറഞ്ഞു, ഭഗവാന്റെ കാൽക്കൽ വീണു. ഭഗവാന്റെ തേജസ്സിന്റെ മുമ്പിൽ യമൻ തന്നെ
മരണം തന്നെ മരണാസന്നനായി എന്നാണ് കഥ. ആ ശ്വേതമുനി ഭഗവാന്റെ അനുഗ്രഹത്താൽ മൃത്യുഞ്ജയത്വം നേടി. അവിടെ മരണത്തിൽ നിന്ന് തന്റെ ഭക്തനെ രക്ഷിച്ച ഭഗവാനെ മൃത്യുഞ്ജയനായി സ്തുതിച്ചു. ഈ കഥ പറയുന്നത് നന്ദികേശ്വരനാണ്. നന്ദികേശ്വരന്റെ അവതാരത്തെ ലിംഗപുരാണം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥ തുടങ്ങുന്നത് തന്നെ. മൃത്യുഞ്ജയനാണ് ഭഗവാൻ. ആ മൃത്യുഞ്ജയന്റെ അനുഗ്രഹത്താലാണ് എനിക്ക് ഭൂതഗണാധിപത്യം കിട്ടിയത് എന്നാണ് നന്ദികേശ്വരൻ കഥ പറയുന്നത്. അതെങ്ങനെയായിരുന്നു? എൻ്റെ അച്ഛൻ ശിലാദൻ, അദ്ദേഹം മഹാദേവനെ തപസ് ചെയ്തു, പ്രത്യക്ഷപ്പെടുത്തി. മഹാദേവൻ എന്താ വേണ്ടേ ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്കൊരു പുത്രൻ വേണം, മരണമില്ലാത്തൊരു പുത്രൻ. പറഞ്ഞു അത് സാധിക്കില്ല. അതിനങ്ങ് സാക്ഷാത് പരമേശ്വരനെ തന്നെ ആരാധിച്ച് ആ ഭക്തി വേണ്ടതുപോലെ ആകുമ്പോൾ മൃത്യുവിനെ ജയിക്കാൻ സാധിക്കും. ആ ഉപാസനകളിലൂടെ സഞ്ചരിക്കുക, പുത്രനെ ഞാൻ തരാം. അങ്ങനെ ശിലാദ മഹർഷിക്ക് ഒരു പുത്രൻ ജനിച്ചു. അവനെ ശൈലാദൻ എന്നാണ് ലിംഗപുരാണം വിശേഷിപ്പിക്കുന്നത്. ഈ ശൈലാദൻ കുട്ടിക്കാലത്ത് തന്നെ ശിവഭക്തനായിരുന്നു. ഉപാസനകളൊക്കെ ചെയ്ത് ധ്യാനാദികളൊക്കെ ചെയ്ത് തപസ്സൊക്കെ ചെയ്ത് വളർന്നു വന്നതായ ശൈലാദൻ ഒരിക്കൽ ശിലാദ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് മിത്രാവരുണന്മാർ വന്നു കഴിഞ്ഞപ്പോ അവര് ശിലാദ മഹർഷിയോട് പറഞ്ഞു, അങ്ങയുടെ പുത്രന് ആയുർദോഷമുണ്ട്. അത് കേട്ട് ശിലാദ മഹർഷി വളരെയധികം ദുഃഖിച്ചു. ശൈലാദൻ തന്റെ അച്ഛന്റെ ദുഃഖത്തിന് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ ഈ മിത്രാവരുണന്മാര് പറഞ്ഞ ആയുർദോഷത്തെ കുറിച്ച് കേട്ടു. ശൈലാദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മൃത്യുഞ്ജയനായ ഭഗവാനെ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ആയുസ്സിന് ദോഷം വരിക? സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന പശുപതിയാണ് ഭഗവാൻ. എന്നിരിക്കെ ഗ്രഹദോഷങ്ങൾ എങ്ങനെ ബാധിക്കും? വിധിക്ക് പോലും ഭക്തന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അർഹതയില്ലെന്നാണല്ലോ ഞാനും കേട്ടിരിക്കുന്നത്. അങ്ങ് ധൈര്യമായിരിക്കും, ഞാനിതാ ഭഗവാനെ ആരാധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ആരാധിച്ചു. യഥാകാലം എത്തിയപ്പോൾ, ആയുസ്സിന് ദോഷം വരേണ്ട കാലം എത്തിയപ്പോൾ, തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ ശിലാദപുത്രന്റെ മുമ്പിലേക്ക് സാക്ഷാത് ദേവേന്ദ്രൻ വന്നു ചേർന്നു. ദേവേന്ദ്രൻ ചോദിച്ചു, ഉണ്ണി നിനക്ക് എന്താ ബലം വേണ്ടേ? അപ്പോൾ ഈ ശിലാദപുത്രൻ പറഞ്ഞു, ഞാൻ ആരാധിക്കുന്നത് സാക്ഷാത് മഹേശ്വരനെയാണ്, ദേവേന്ദ്രനെയല്ല. ശൈലാദൻ ഇത് പറയാനുള്ള കാരണം മഹേന്ദ്രൻ, ഇന്ദ്രൻ സർവകാമങ്ങളുടെയും അധിപതിയാണ്. ഇവിടെ ശിലാദപുത്രനോ സർവകാമങ്ങളെയും പരിഹരിച്ചവനാണ്. കാമാരിയായിരിക്കുന്ന സാക്ഷാത് ഭഗവാനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് ഈ ശിലാദപുത്രൻ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ കോപിച്ചു, തന്റെ വജ്രായുധം പ്രയോഗിച്ചു. അപ്പോഴും നിർഭയനായിരുന്നു ശിലാദപുത്രൻ. ബോധം കെട്ടുകൊള്ളു. പിന്നെ ബോധമുണർന്ന് നോക്കിയപ്പോഴാണ് ഇന്ദ്രനായി വന്നത് സാക്ഷാൽ ശങ്കരൻ തന്നെ എന്ന് കണ്ടു. ശങ്കരൻ ശിലാദപുത്രനെ ഒന്ന് പരീക്ഷിച്ചതായിരുന്നു. ഇന്ദ്രന്റെ രൂപത്തിൽ വന്ന് വല്ല കാമനകളുണ്ടെങ്കിൽ അത് നിറവേറ്റിക്കോട്ടെ, പക്ഷെ ഒരു കാമനകളും ഇല്ലാത്തവനായിരുന്നു എന്ന് മനസ്സിലാക്കി. മാത്രമല്ല ആയുർദോഷം
ആയുർദോഷത്തിന്റെ ആ കാലം ഈ ഇന്ദ്രരൂപത്തിൽ വന്ന് വജ്രപ്രഹരം കൊണ്ട് ഭഗവാൻ തീർക്കുകയും കൂടിയായി. തന്റെ മുമ്പിൽ വന്നു ചേർന്ന് ശങ്കരനെ കണ്ട് ആനന്ദാശ്രുക്കൾ ഒഴുക്കിക്കൊണ്ട് ശിരാതപുത്രൻ സ്തുതിച്ചു. ഭഗവാനോ തന്റെ തിരിച്ചടയിൽ നിന്നൊരു മാല എടുത്തു. ആ മാല ഈ ശൈലാദനെ അണിയിച്ചു. സാക്ഷാത് പാർവതീദേവി ഭഗവാന്റെ ഒപ്പം ഉണ്ടായിരുന്നു. പാർവതീദേവിയോട് ഭഗവാൻ പറഞ്ഞു, ഇവൻ നമ്മുടെ മകനാണ്. അത് പറഞ്ഞപ്പോ വാത്സല്യത്തോടു കൂടി പാർവതീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. പാർവതീദേവിയുടെ നേത്രങ്ങളിൽ നിന്നും അശ്രുക്കൾ ധാരധാരയായി ഒഴുകി 3 കൈവഴികളായി ഒഴുകുന്ന 3 പുഴകളായി പരിണമിച്ചു. അതിനെ ഭഗവാൻ ത്രിസ്രോത എന്ന് നാമകരണം ചെയ്തു. 3 കൈവഴികളായി ഒഴുകുന്ന പുഴകൾ, പുണ്യനദികൾ. പിന്നീട് ഈ ശിരാതപുത്രനെ തന്റെ ഭൂതഗണാധിപനായി അനുഗ്രഹിക്കുകയും നന്ദികേശ്വരനായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയാണ് സാക്ഷാത് ഭഗവാന്റെ ദിവ്യവാഹനമായിരിക്കുന്ന നന്ദികേശ്വര അവതാരമുണ്ടായത്. ഭഗവത് സ്വരൂപം തന്നെയാണ് നന്ദികേശ്വരന്. 3 കണ്ണുണ്ട്, ഇരുജടയുണ്ട്. മൃത്യുഞ്ജയനായ ഭഗവാന്റെ വൈശിഷ്ട്യത്തെ പറയാനാണ് ഈ കഥകളൊക്കെ പറഞ്ഞത്. ഒപ്പം തന്നെ ഭഗവാന്റെ വിവിധ ഭാവങ്ങളെയും ഇവിടെ സൂചിപ്പിച്ചു. ഇന്ദ്രനായി രൂപമെടുത്ത് ശിലാദനെ പരീക്ഷിച്ചത് കൊണ്ട് ഭഗവാന് മറ്റൊരു പേര് കൂടി കിട്ടി, സുരേശ്വരൻ. അപ്പൊ ഭഗവാന്റെ അവതാരങ്ങളിൽ സുരേശ്വര അവതാരം എന്ന് പറയുന്നത് ഈ ശിലാദനെ അനുഗ്രഹിക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ എടുത്ത രൂപമാണ്. ശ്വേതനെ അനുഗ്രഹിക്കാൻ മൃത്യുഞ്ജയ രൂപം. ഞാൻ തന്നെയാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ നന്ദികേശ്വരനെ അനുഗ്രഹിച്ചതിനാൽ നന്ദികേശ്വരനെയും അവതാരമായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതാണ് നന്ദികേശ്വര അവതാരം. അപ്പോൾ നമ്മൾക്കൊക്കെ സംശയം ഉണ്ടാവും. മൃത്യുഞ്ജയൻ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള വേറൊരു കഥയുണ്ടല്ലോ, അതേതാ? പണ്ട് മാർക്കണ്ഡേയ മഹർഷി, മൃഗണ്ടുവിന്റെ പുത്രനായിരിക്കുന്ന മാർക്കണ്ഡേയൻ ഇതുപോലെ ആയുർദോഷം വന്ന്, അവിടെ കഥ തുടങ്ങുന്നത് തന്നെ സന്താനത്തിന് വേണ്ടി തപസ് ചെയ്ത മൃഗണ്ടു മഹർഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ചോദിക്കുന്നത്, നിനക്ക് ഗുണവാനായ ആയുസ് കുറഞ്ഞ മകനെ വേണോ അതോ ദുർഗുണനായ ദീർഘായുസുള്ള മകനെ വേണോ എന്ന് ചോദിച്ചു എന്നാണ് അല്ലേ? അപ്പോഴെന്തുണ്ടായി? മൃഗണ്ടു മഹർഷി പറഞ്ഞു, ആയുസ് ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, സൽഗുണസമ്പന്നനായ ഒരു പുത്രൻ മതി എന്നാണ്. അങ്ങനെയാണ് മൃഗണ്ടുവിന് ഒരു പുത്രൻ ജനിച്ചു. അവനാണ് മാർക്കണ്ഡേയൻ. ആയുസ് തീരേണ്ട കാലമായപ്പോ അച്ഛനമ്മമാരുടെ ദുഃഖം കണ്ട് മാർക്കണ്ഡേയൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്, എന്താ ഇത്ര ദുഃഖം? അപ്പൊ പറഞ്ഞത്, ദാ ആയുർദോഷമുണ്ട് എന്നാണ്. മാർക്കണ്ഡേയൻ ഉടനെ തന്നെ ശിവക്ഷേത്രത്തിൽ പോയി ശിവലിംഗത്തിൽ ആരാധന ചെയ്യാൻ തുടങ്ങി. ആ ശിവലിംഗ ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കണ്ഡേയനെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ മൃത്യുദേവൻ വന്നു, യമദേവൻ വന്നു. യമനത തന്റെ പാശം വലിച്ചെറിഞ്ഞപ്പോൾ മാർക്കണ്ഡേയനെയും ശിവലിംഗത്തെയും ചുറ്റി. ആ ശിവലിംഗത്തെ കൂടി വലിച്ചെടുക്കാൻ തുടങ്ങി യമദേവൻ. അപ്പോഴാണ് അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ ത്രിശൂലത്താൽ ആ യമദേവനെ വധിച്ചു. എന്നിട്ട് മാർക്കണ്ഡേയന് ശാശ്വതമായിരിക്കുന്നതായ ആയുസ് നൽകി, അമരത്വം നൽകി. അതുകൊണ്ട് മാർക്കണ്ഡേയനെ ചിരഞ്ജീവിയായിട്ടാണ് പറയുക. ഈ കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഞാനും അന്വേഷിച്ച് ഈ കഥ എവിടെ നിന്ന് കിട്ടും? ഐതിഹ്യങ്ങളായി കഥകൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. അഷ്ടാദശ പുരാണങ്ങളിലൂടെയും ഇത് ഞാൻ അന്വേഷിച്ചു. ഇത് അന്വേഷിക്കാൻ പ്രേരണയായത് ഡോക്ടറാണ്. എന്നെ ഒരു ദിവസം വിളിച്ച് ചോദിച്ചു, ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ തിരുമേനി, ഇത് ഏത് പുരാണത്തിലാണ്? ഞാൻ പെട്ടില്ലേ.
മാരാരിക്കുളത്ത് 18 പുരാണം വായിക്കുന്ന ആചാര്യന്റെ അടുത്ത് ഒരു കഥ ചോദിച്ചിട്ട് ഇത് ഏത് പുരാണത്തിലാന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അകത്തിരിക്കുന്ന ആള് എൻ്റെ ചെവിയിൽ പിടിക്കില്ലേ? അല്ലെങ്കിൽ പല ചോദ്യങ്ങളും എനിക്ക് എൻ്റെ ജീവിതത്തിൽ അന്വേഷണങ്ങൾക്കുള്ള പ്രേരണയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുന്നത് വരെ പിന്നെ ഒരു മനസ്സമാധാനമില്ല. അതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഒരർത്ഥത്തിൽ ആ അന്വേഷണവും ഇന്നിപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ പുരാണ കഥകളെ പ്രവചിക്കുവാനുള്ളതായ ഒരു ശക്തി തന്നു എന്നുള്ളതാണ് സത്യം. അത് പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. മാരാരിക്കുളത്തപ്പന്റെ മുമ്പിൽ വന്ന് ഓരോ പുരാണങ്ങൾ വായിക്കുമ്പോഴും ഈ പുരാണങ്ങൾ വായിക്കാൻ, അതിൻ്റെ അർത്ഥങ്ങളെ പറയാനുള്ള വാക്കും സ്മൃതിയും ഒക്കെ ഭഗവാൻ തരുന്നത് വിചിത്രമായ ചില അനുഭവങ്ങളിലൂടെയാണ്. ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ ചില ആളുകൾ വിളിച്ചിട്ട് ചില സംശയം ചോദിക്കും. ഇതിൻ്റെ ഉത്തരം തേടി പുരാണങ്ങളിലൂടെ യാത്ര ചെയ്യും. അപ്പൊ പല പല കഥകളും വായിക്കാതെ പറ്റില്ല. അങ്ങനെ വായിച്ച് പോയതായ പല ആവർത്തികളിലൂടെ കടന്നുപോയത് കൊണ്ടാണ് പലപ്പോഴും കഥ പറയുമ്പോൾ പേരുകൾ, എത്ര പേരുകൾ പറയണം ആലോചിച്ചു. ഇത് ഓർമ്മയിൽ വരണ്ടേ? കഥ തുടങ്ങുമ്പോൾ തന്നെ ഈ പേരിനെ കുറിച്ചൊന്നും മനസ്സിലുണ്ടാവില്ല, കഥയാണ് മനസ്സിലുള്ളത്. പക്ഷെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാത് സമയത്ത് ആ പേരുകൾ കൃത്യമായി നാലിൽ വരണമെങ്കിൽ ഈ ആവർത്തനത്തിലൂടെ അല്ലാതെ സാധിക്കുകയില്ല. അതാണ് ശ്രവണം, മനനം എന്നൊക്കെ പറയുന്നതായ ആ പ്രക്രിയകളിലൂടെ അല്ലാതെ നമുക്കിത് പൂർണ്ണമാക്കാൻ സാധിക്കും. ഒരർത്ഥത്തിൽ ഇതൊരു നിയോഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ ജീവിതത്തിൻ്റെ അന്വേഷണങ്ങളുടെ വലിയൊരു ശതമാനം ആ അന്വേഷണങ്ങളിൽ നിന്ന് ഉള്ളിൽ തെളിഞ്ഞതായ പലതും എനിക്ക് സമ്മതിക്കാൻ പറ്റിയത് മാരാരിക്കുളത്തപ്പന്റെ മുമ്പിലാണ്. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം, ഈ പുരാണ തീർത്ഥാടനത്തിന്റെ വലിയൊരു ഭാഗം ഇവിടെ സമർപ്പിക്കാൻ സാധിച്ചു എന്നത് തന്നെ ഭഗവാന് എന്നോടുള്ളതായ കാരുണ്യത്തിന്റെ തെരുവാണ്. അതേപോലെയാണ് ഓരോ ചോദ്യങ്ങളും. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരവും തേടി ഞാൻ യാത്ര ചെയ്തു. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകളിലും ഒക്കെയായി പലയിടത്തും ഇത്തരത്തിലുള്ള കഥകളൊക്കെ വരുന്നുണ്ട്. ഇതിന് സമാനമായ കഥകൾ വരുന്നുണ്ട്. കാലനെ കൊന്ന ഭഗവാനാണ് മൃത്യുഞ്ജയൻ എന്ന രീതിയിലുള്ള കഥകൾ, അത് ഏറ്റവും അധികം പ്രചാരത്തിൽ വന്നത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിൽ നിന്നാണ്. പക്ഷെ അവിടെ കാലനെ കൊല്ലുന്നത് ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ തുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടെ അല്ല എന്ന് പറഞ്ഞ് പിന്നീട് ചില പഠനങ്ങൾ കണ്ടു. പിന്നെ എന്റെ അന്വേഷണം ഈ മൃത്യുഞ്ജയ രൂപം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് എറണാകുളത്തപ്പൻ മാർക്കണ്ഡേയനെ രക്ഷിച്ച ഭഗവാനായിട്ടാണ് അവിടെ ഐതിഹ്യം നിലനിൽക്കുന്നത്. അപ്പോഴും ഇത് ഏതെങ്കിലും ഒരു പുരാണത്തിൽ കാണണമല്ലോ. 18 പുരാണങ്ങൾ അന്വേഷിച്ചു. അങ്ങനെയാണ് ഉപപുരാണങ്ങളിലേക്ക് കടന്നു. അതിങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്തൊരു പ്രോഗ്രാം വന്നു. നാട്ടിൽ തന്നെ അവിടെ സുബ്രഹ്മണ്യന്റെ കഥകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊരു പുരാണം വായിക്കണം. അപ്പൊ ഞാൻ സ്കന്ദപുരാണം വായിക്കാം. അഷ്ടാദശ പുരാണങ്ങളിൽപ്പെട്ട സ്കന്ദപുരാണമല്ല. ആ സ്കന്ദപുരാണം ഇവിടെ അറ്റത്തിരിക്കുന്നതാണ്, കണ്ടില്ലേ? 7-8 പുസ്തകമുണ്ട്. 81,000 ശ്ലോകങ്ങളാണ്. ഇവിടെ ആകെ 5 ദിവസം കൊണ്ട് വായിച്ചു തീർക്കണം. അപ്പൊ അതിൽ സുബ്രഹ്മണ്യന്റെ കഥകൾ മാത്രമായിട്ടുള്ള ഒരു സ്കന്ദപുരാണമുണ്ട്. ആ സ്കന്ദപുരാണം അവിടെ വായിച്ചു. അപ്പോഴാണ് വായിച്ചുകൊണ്ടിരിക്കുമ്പോ സുബ്രഹ്മണ്യദേവൻ താരകാസുരവധത്തിന് വേണ്ടി യാത്ര നടത്തുകയാണ്. ഈ യാത്രയ്ക്ക് വേണ്ടി സുബ്രഹ്മണ്യദേവൻ ഓരോ സ്ഥലത്തും തമ്പടിച്ചു. ഈ തമ്പടിച്ച സ്ഥലങ്ങളാണ് ഇന്ന് തമിഴ്നാട്ടിലെ പല ദിക്കുകളിലായി കാണുന്ന ആറുപടൈ വീട് എന്ന് പറയും. തിരുപ്പറകുണ്ട്രം, ശ്രീരംഗം, മരുതമല, പഴനിമല മുതലായിരിക്കുന്ന 6 പുണ്യക്ഷേത്രങ്ങൾ ഈ സുബ്രഹ്മണ്യദേവൻ താരകാസുരവധ സമയത്ത്, താരകാസുരനെ മാത്രമല്ല വധിക്കുന്നത്, ഭാനുഗോപൻ, ധർമ്മഗോപൻ മുതലായിരിക്കുന്ന അനവധി അസുരന്മാരെ വധിക്കുന്നുണ്ട്.
ഈ സമയത്തൊക്കെ തമ്പടിച്ച ഭഗവാന്റെ സ്ഥാനങ്ങളായിട്ടാണ് 6 പടയിൽ വീട്, പട ഒരുക്കത്തിന് വേണ്ടി പട നയിക്കുന്ന സമയത്ത് ഭഗവാൻ വസിച്ച സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ് വർണ്ണിക്കുന്നു. അപ്പൊ ഈ സുബ്രഹ്മണ്യദേവൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ അസുരന്മാരൊക്കെ പേടിച്ച് സുബ്രഹ്മണ്യനെ എങ്ങനെയെങ്കിലും വധിക്കണമല്ലോ എന്ന് ചിന്തിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് കൂടിയാലോചന ചെയ്യുന്ന സമയത്ത് ശുക്രാചാര്യർ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല അത്, സാക്ഷാത് ഭഗവാൻ ശങ്കരൻ തന്നെയാണ്. ആ ശങ്കരനാരാ? മൃത്യുഞ്ജയനാണ്. ആ കഥ വേണമെങ്കിൽ കേട്ടോളൂ എന്ന് പറഞ്ഞ് 4 ശ്ലോകങ്ങളെ കൊണ്ട് മാർക്കണ്ഡേയ മഹർഷിയുടെ ഈ കഥ പറയും. അപ്പൊ പുരാണങ്ങൾ ഒരു വിസ്മയമാണ് യഥാർത്ഥം. ബൃഹത്തായ സ്കന്ദപുരാണമുണ്ട്. ആ സ്കന്ദപുരാണത്തിലാണെങ്കിൽ മഹാഭാരതത്തിൽ കാണുന്ന അനവധി കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. മാർക്കണ്ഡേയന് ഈ ചിരഞ്ജീവിതം നൽകിയത് സാക്ഷാൽ മൃത്യുഞ്ജയമൂർത്തിയാണെന്ന് മഹാഭാരതത്തിലും കഥയുണ്ട്. അപ്പൊ ഇവിടെ മൃത്യുഞ്ജയ സ്വരൂപനായും സുരേശ്വരനായും നന്ദികേശ്വരനായും ഒക്കെ അവതരിച്ച ഭഗവാന്റെ കഥകൾ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു പുരാണ സംഹിതാ കർത്താവിന്റെ കഥ കൂടി സൂചിപ്പിക്കുന്നുണ്ട് ലിംഗപുരാണം. ചില പ്രത്യേകതകൾ എടുത്തു പറയണമല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞതായ കൃഷ്ണാവതാരത്തിന്റെ ചരിത്രം, ഈ കൃഷ്ണൻ സന്തതിക്ക് വേണ്ടി തപസ് ചെയ്ത കഥ ലിംഗപുരാണത്തിൽ മാത്രമല്ല കൂർമ്മപുരാണത്തിലും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ തുടർച്ചയെന്ന വണ്ണം ഉപമന്യുപാഖ്യാനമായി ശ്രീകൃഷ്ണന്റെ കഥ വാമനപുരാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ മൃത്യുഞ്ജയേശ്വരനെ പ്രതിഷ്ഠിച്ചത് വാമനമൂർത്തിയാണ്. നമ്മൾ വാമനന്റെ കഥ കേൾക്കുമ്പോൾ മഹാബലിയുടെ അരികത്ത് ദാനമായി 3 അടി മണ്ണിനെ യാചിക്കാൻ വന്ന വാമനമൂർത്തിയുടെ കഥ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ യാചിക്കാനായി ഭൃഗുവൃക്ഷത്തിലേക്ക് വാമനൻ എത്തുന്നതിന് മുമ്പ് അങ്ങ് കശ്യപാശ്രമത്തിൽ നിന്ന് വാമനമൂർത്തി നടത്തുന്ന ഒരു തീർത്ഥയാത്രയുണ്ട്. ഈ ഭൃഗുകക്ഷത്തിൽ എത്തുന്നത് വരെ വാമനമൂർത്തി നടത്തിയ തീർത്ഥയാത്രയ്ക്കിടയിൽ ആ വാമനമൂർത്തി കടന്നു വന്ന ദിക്കുകളിലെല്ലാം ശിവനെ സ്തുതിച്ച് ശിവസാന്നിധ്യത്തിൽ നമസ്കരിച്ചുകൊണ്ട് ശിവക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്തുകൊണ്ടും ശിവലിംഗങ്ങൾ പ്രതിഷ്ഠ ചെയ്തുകൊണ്ടുമാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ വാമന പുരാണം എന്ന് പറയുന്നത് ഈ ശിവലിംഗ പ്രതിഷ്ഠകളെയൊക്കെ മനോഹരമായി വർണ്ണിക്കുന്ന ഒരു പുരാണം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ചേർത്ത് വെച്ച് തന്നെ മനനം ചെയ്യണം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഏതാ ഒരു പുരാണ സംഹിതാകർത്താവിനെ കുറിച്ച് ലിംഗപുരാണം പറയുന്നു എന്ന് പറഞ്ഞു. ആ കഥ ആരംഭിക്കുന്ന വസിഷ്ഠന്റെ കഥ പറഞ്ഞു. വസിഷ്ഠ മഹർഷിയുടെ പുത്രനായിരുന്നു. വസിഷ്ഠന്റെ കഥ നമ്മൾ കേട്ടു, അരുന്ധതിയുടെ കഥ അല്ലേ? ശിവപുരാണത്തിലും അത് വർണ്ണിക്കുന്നുണ്ട്. വസിഷ്ഠന്റെയും അരുന്ധതിയുടെയും പുത്രനായിരുന്നു ശക്രി. ഈ ശക്രിയുടെ പത്നിയായിരുന്നു ജ്ഞാനി. ജ്ഞാനി ശക്തിയിൽ നിന്ന് ഗർഭം ധരിച്ചു. ആ ഇടയ്ക്കാണ് സൂര്യവംശത്തിലെ രാജാവായിരിക്കുന്ന കൽമാഷപാദൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ രുധിരൻ എന്ന് പേരുള്ളതായ ഒരു രാക്ഷസൻ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ഈ രാക്ഷസീയ രൂപം കൊണ്ട കൽമാഷപാദൻ കാട്ടിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ അവിടെ ശക്രിയെ കണ്ടു. ശക്രി മുനിയെ ഈ രാക്ഷസൻ പിടിച്ച് ഭക്ഷണമാക്കി. ശക്രിയെ രാക്ഷസൻ ഭക്ഷണമാക്കി എന്നറിഞ്ഞപ്പോൾ ജ്ഞാനി വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിക്കാൻ മാത്രമല്ല, ഈ ജ്ഞാനി തൻ്റെ ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുവല്ലോ, അവൻ അച്ഛനില്ലാത്തവനായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദരത്തിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വസിഷ്ഠൻ ഓടി വന്ന് അരുന്ധതിയും ഓടി വന്ന് അവളുടെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വിധിനിയോഗം കൊണ്ട് നിന്റെ ഭർത്താവ് മരിച്ചെന്ന് കരുതി വംശത്തെ നശിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. എന്തായാലും എൻ്റെ പൗത്രനായി ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് തീർച്ചയായും ലോകത്തിന് അനുഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടതായ ഉപദേശങ്ങളെ നൽകുന്നവനായി തീരും. അതിനുവേണ്ടി ഞാനിതാ തപസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു വസിഷ്ഠൻ തപസ് ചെയ്തു. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു. വസിഷ്ഠന്റെ മുമ്പിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. വസിഷ്ഠനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ പൗത്രൻ
അങ്ങയുടെ പുത്രനായ ശക്തിയുടെ ധർമ്മപത്നിയായ ജ്ഞാനിയുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പൗത്രൻ രുദ്രഭക്തനായി തീരും എന്നനുഗ്രഹിക്കും. യഥാകാലമെത്തിയപ്പോൾ ജ്ഞാനിയിൽ നിന്ന് പുത്രൻ ജനിച്ചു. അവനാണ് പരാശരൻ. ജനിച്ച നാൾ മുതലേ ശിവഭക്തനായി. ആ പരാശരനാകട്ടെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോ അമ്മ എപ്പോഴും ഇങ്ങനെ വിഷാദമഗ്നിയായി നടക്കുന്നത് കണ്ട ഒരു ദിവസം ചോദിച്ചു, അമ്മ എന്താ ഇങ്ങനെ വിഷാദമഗ്നിയായി നടക്കുന്നത്? യഥാർത്ഥത്തിൽ എൻ്റെ അച്ഛൻ എന്താ സംഭവിച്ചത്? അപ്പൊ ഞാൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു രാക്ഷസൻ നിന്റെ അച്ഛനെ വിഴുങ്ങുകയാണ് ചെയ്തത്. ഇത് കേട്ടപ്പോൾ പരാശരന് ക്രോധമുണ്ടായി. പരാശരൻ വേഗം ഒരു യജ്ഞം ആരംഭിച്ചു. രാക്ഷസന്മാരെ അപ്പാടെ നശിപ്പിക്കാനാകുന്ന ഒരു ആഭിചാര യജ്ഞം. അതങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രാക്ഷസന്മാർക്കൊന്നും നിൽക്കണിക്കുകയാണ്. വസിഷ്ഠൻ കുറെ ഉപദേശിച്ചു നോക്കി, അരുത്, ഇത് ചെയ്യരുത്. കാരണം ഈ ലോകത്തിൽ എല്ലാം വേണം. പല സ്വഭാവക്കാരുണ്ടാവും ഈ ലോകത്ത്. എല്ലാവരും നന്നാക്കാനൊന്നും പറ്റില്ല. പറ്റുമോ? ഈ വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഒന്നിനെ അതിക്രമിക്കാതെ നിലനിന്നാലേ പ്രപഞ്ചമുള്ളൂ. മനുഷ്യന് അപകടമാണ് വിഷസർപ്പങ്ങൾ എന്ന് കരുതി വിഷസർപ്പങ്ങളെ മുഴുവൻ കൊന്നുകളഞ്ഞാൽ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ തകിടം മറിയും. അപ്പൊ അത്തരത്തിൽ തന്നെയാണ് ഈ പറയുന്നതായ ലോകങ്ങൾക്ക് മുഴുവനും ഒരു ബന്ധമുണ്ട്. രാക്ഷസലോകം, നാഗലോകം, ഗന്ധർവലോകം, അപ്സരലോകം, ദേവലോകം, മനുഷ്യലോകം, അതല ഇതര തലാതല രസാതല സുതര പാതാളാദി ലോകങ്ങൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ ആഭിചാരം നിർത്തൂ എന്ന് വസിഷ്ഠൻ പറഞ്ഞു. കേട്ടില്ല പരാശരൻ. ഒടുവില് രാക്ഷസന്മാരുടെ കാരണ തത്വമായിരിക്കുന്ന പരംപിതാവായിരിക്കുന്ന സാക്ഷാൽ പുലസ്ത്യ മഹർഷി ഈ പരാശരന്റെ അരികത്ത് വന്നു. പുലസ്ത്യൻ സപ്തർഷികളിൽ നിന്നാണ് ഈ വംശങ്ങളൊക്കെ ഉണ്ടായത്. പുലസ്ത്യനാരാ? പുലസ്ത്യന്റെ പുത്രനാണ് വിശ്രവസ്. വിശ്രവസിന്റെ പുത്രനാണ് രാവണൻ. വിശ്രവസിന് ഇളവിള എന്ന് പറയുന്ന ഭാര്യയിലുണ്ടായതാണ് കുബേരൻ. കൈകസിയിലുണ്ടായവനാണ് രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണഖ. ആ വംശമാണ് രാക്ഷസ വംശമായി മാറിയത്. ആ വംശം അവസാനിച്ചിട്ടൊന്നുമില്ല. ശ്രീരാമൻ രാക്ഷസ വംശത്തെ മുഴുവൻ മുടിച്ചു എന്നൊക്കെ നമ്മൾ കഥയിൽ പറയുമെങ്കിലും രാക്ഷസ രാജാവായി വിഭീഷണനെ അഭിഷേകം ചെയ്തുകൊണ്ടാണ് രാമൻ ലങ്കയിൽ നിന്ന് തിരിച്ചു പോരുന്നത്. ലങ്ക മുഴുവനും രാമന്റെ കാൽക്കൽ വെച്ച് കൊടുത്തതാ. അഭിസ്വർണമയീ ലങ്ക നതു ലക്ഷ്മണ രോചതെ ജനനീ ജന്മഭൂമിച്ച സ്വർഗാദം ഗരീയസി എന്ന സങ്കല്പത്താൽ രാമൻ ലങ്കാരാജ്യത്തെ മുഴുവൻ വിഭീഷണന് തന്നെ നൽകി എന്ന് കഥ പറയാറുണ്ട്. പക്ഷെ ഈ ശ്ലോകവും നേരത്തെ പറഞ്ഞ പോലെ രാമായണത്തിലൊന്നും കാണാൻ കഴിയില്ല. ഇതേതോ ഒരു സുഭാഷിതമാണ് യഥാർത്ഥം. അപ്പൊ ഈ രാക്ഷസ വംശത്തിന്റെ പിതാമഹനായിരിക്കുന്ന പുലസ്ത്യൻ വന്ന് പരാശരനോട് പറഞ്ഞു, ഈ ആഭിചാരത്തിൽ നിന്ന് പിന്തിരിയും. അപ്പൊ പറഞ്ഞു, എനിക്ക് അച്ഛനെ തിരിച്ചു കിട്ടും, എൻ്റെ അമ്മയുടെ സന്തോഷം എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പുലസ്ത്യൻ പറഞ്ഞ് അങ്ങ് ഒരു കാര്യം ചെയ്യും, സാക്ഷാൽ മൃത്യുഞ്ജയനായിരിക്കുന്ന മഹാദേവനെ ശരണം പ്രാർത്ഥിക്കും. മൃത്യുവിനാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്തോ അതിനെയൊക്കെ ആ ജ്ഞാനത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അറിയണമെങ്കിൽ സാക്ഷാൽ മൃത്യുഞ്ജയനെ തന്നെ ശരണം പ്രാപിക്കണം എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ പുലസ്ത്യന്റെ നിർദ്ദേശപ്രകാരം പരാശരൻ ആഭിചാരമായ കർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. സാക്ഷാൽ മഹാദേവനെ ആരാധിക്കാൻ മഹാദേവൻ പരാശരന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പരാശരന്റെ ഇംഗിതം മനസ്സിലാക്കി മഹാദേവൻ പരാശരനെ അനുഗ്രഹിച്ചു. ശക്തിയെ കാണിച്ചു. അച്ഛനായ ശക്തി, ആ ശക്തി ഉപദേശിച്ചു പരാശരനെ. മൃത്യു എന്നത് ഒരു കാരണം മാത്രമാണ്. ഈ ലോകത്തിൽ
ജീവതാളത്തെ ക്രമപ്പെടുത്തുന്നത് മൃത്യുവാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രതിസന്ധികൾ, ആ സമയത്ത് ഇന്ദ്രിയങ്ങൾക്ക് വശംവദരായി കോപത്തോടുകൂടി കർമ്മങ്ങൾ വ്യാപൃതരാവരുത് എന്ന ഉപദേശമൊക്കെ ശക്തി കൊടുത്തു. പിന്നീട് മഹാദേവൻ അനുഗ്രഹിച്ചു പരാശരനെ, അങ്ങ് സംഹിതാകർത്താവായി തീരും. കാലാന്തരത്തിൽ പരാശരൻ അനവധി ബ്രഹ്മാവിൽ നിന്ന് ഉണർന്നൊഴുകിയതാണ് പുരാണ കഥകൾ. ഈ പുരാണങ്ങളിലെ വളരെ വിശേഷപ്പെട്ട കഥകളെയൊക്കെ സമാഹരിച്ചൊരു സംഹിതയുണ്ടാക്കി, 6000 ശ്ലോകത്തോടു കൂടിയുള്ള സംഹിതയുണ്ടാക്കി എന്നാണ് ലിംഗപുരാണം പറയുന്നത്. ആ സംഹിത വിഷ്ണു സംഹിത എന്ന പേരിൽ അറിയപ്പെടും. കാലാന്തരത്തിൽ പരാശരന് കാളി എന്നതായ മുക്കുവ സ്ത്രീയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ, മഹാവിഷ്ണു തന്നെ കൃഷ്ണദ്വൈപായന മുനിയായി അവതാരം കൊണ്ടു പുത്രനായി ജനിച്ചു. ആ കൃഷ്ണദ്വൈപായന മുനി വേദങ്ങളെ രസിച്ച് പുരാണ സംഹിതകൾ ഉണ്ടാക്കിയപ്പോൾ, 18 പുരാണ സംഹിതകൾ നിർമ്മിച്ചപ്പോൾ അച്ഛൻ രചിച്ച ഈ വിഷ്ണു സംഹിതയെ കൂടി ഉൾപ്പെടുത്തി വിഷ്ണു പുരാണം നിർമ്മിച്ചു. അതുകൊണ്ട് വിഷ്ണു പുരാണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വിഷ്ണു പുരാണത്തിൽ പരാശരൻ കഥ പറയുന്ന രീതിയിലാണ് ആദ്യത്തെ ഭാഗം. പിന്നെ കുറച്ച് കഴിഞ്ഞ് വ്യാസൻ പറയുന്ന രീതിയിൽ ആ കഥ പരിണമിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ വ്യാസൻ പറഞ്ഞു കൊടുക്കുന്നതാണ് വിഷ്ണു ദർശനം. അപ്പോൾ അച്ഛൻ സമാഹരിച്ചതായ വിഷ്ണു ദർശനങ്ങളെ വ്യാസൻ 18 പുരാണങ്ങൾ സംഹിതയിൽ ഉൾപ്പെടുത്തി 6000 ശ്ലോകങ്ങൾ എന്നുള്ളത്. വിഷ്ണു പുരാണത്തിൽ 24,000 ശ്ലോകങ്ങളാണ് എന്നാണ് മത്സ്യപുരാണം പറയുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള വിഷ്ണു പുരാണത്തിൽ ഏകദേശം ഒരു 12,000 ശ്ലോകങ്ങൾ, 13,000 ശ്ലോകങ്ങളുടെ താഴെ കാണാൻ സാധിക്കും. പക്ഷെ ആ വിഷ്ണു പുരാണത്തിന്റെ തന്നെ വിശദമായ രൂപമാണ് മഹാഭാരതത്തിന്റെ വളരെ വിശേഷപ്പെട്ട ഭാഗമായ ഹരിവംശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്നും കൂടാതെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പുരാണമുണ്ട്. അത് 18 പുരാണങ്ങളിലും പെടുന്നില്ല, ഉപപുരാണങ്ങളിലും പെടുന്നില്ല. വളരെ ബൃഹത്തായ 24,000 ശ്ലോകങ്ങളോടുകൂടിയ വിഷ്ണു ധർമ്മോത്തര പുരാണം എന്നൊരു പുരാണം. 24,000 25,000 ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. ഈ വിഷ്ണു ധർമ്മോത്തരത്തെ കുറിച്ച് മറ്റ് പല പുരാണങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ 18 പുരാണങ്ങളിൽ പെടുന്നില്ല. എന്നാലാകട്ടെ ഭാഗവത മാഹാത്മ്യം, ഭാഗവത യജ്ഞവിധാനം, ഭാഗവതം എങ്ങനെയൊക്കെ യജ്ഞമായി നടത്തണം, അതേപോലെ തന്നെ ആയുർവേദത്തിന്റെ വളരെ വിശേഷപ്പെട്ടതായ ചികിത്സാ പദ്ധതികൾ, അഗതതന്ത്രം. ഗതം എന്ന് പറഞ്ഞാൽ രോഗം എന്നാണ് അർത്ഥം. അഗതം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ എന്നാണ്. രോഗമില്ലാത്ത അവസ്ഥയ്ക്ക് വേണ്ടിയുള്ളതായ ക്രിയായോഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് അഗത ശാസ്ത്രം. ഈ അഗത ശാസ്ത്രത്തെ കുറിച്ച് വളരെ വിശദമായി പറയുന്നു. ഗതശബ്ദത്തിന് വിഷം എന്ന അർത്ഥം കൂടി പറയുമ്പോൾ കൃത്യമായി അത് ആയുർവേദത്തിന് വളരെ വിശേഷപ്പെട്ട വിഷചികിത്സ എന്ന് പറയുന്ന സമ്പ്രദായത്തെ കുറിച്ചുള്ള വിശദീകരണമാണ്. ഇത് വിഷ്ണുധർമ്മോത്തരത്തിൽ പറയുന്നു. അതുകൂടാതെ നാം ഇന്നലെ കേട്ട മത്സ്യപുരാണത്തിൽ ഒരധ്യായം ഈ അഗതത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. വിഷം, ഏതൊക്കെ തരത്തിലുള്ള വിഷം നമ്മുടെ ശരീരത്തിൽ വന്നാൽ ആ വിഷത്തെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കണം എന്ന് മത്സ്യപുരാണം പറയുന്നു. ലിംഗപുരാണത്തിൽ ഇതിന് സമാനമായ ഒരു ചികിത്സാ രീതി വരുന്നുണ്ട്. പക്ഷെ അത് ആയുർവേദമല്ല. ഒരർത്ഥത്തിൽ മറ്റൊരു പുരാണത്തിലും ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് വേറൊന്നുമല്ല, അഷ്ടാംഗയോഗ പദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ട പ്രാണായാമ ധാരണാദികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ ലിംഗപുരാണം. അത് പറയുന്ന സമയത്ത് പ്രാണായാമം ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട്, ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന വളരെ വിശേഷപ്പെട്ട യോഗ പദ്ധതി.
അത് വർണ്ണിക്കുമ്പോൾ ഈ പ്രാണായാമാദി ചര്യകൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായാൽ അതിന് ഏത് തരത്തിലുള്ളതായ പ്രതിവിധികൾ ചെയ്യണം എന്ന് ലിംഗപുരാണം വളരെ വ്യക്തമായി പറഞ്ഞു. ശ്വാസതടസ്സം നേരിടുമ്പോൾ, ഹൃദയഭാഗത്ത് വേദന വരുമ്പോൾ, ഇത്തരത്തിലുള്ളതായ പ്രാണായാമാദി ക്രിയകൾക്കിടയിൽ വന്നു ചേരുന്നതായ ദേഹാസ്വാസ്ഥ്യങ്ങൾക്ക് എന്ത് പ്രതിവിധി ചെയ്യണം എന്ന് വ്യക്തമായി പറഞ്ഞു. ഇങ്ങനെ ലിംഗപുരാണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി പിന്നീട് പറയുന്നത് സൂര്യപുത്രനായിരിക്കുന്ന മനുവിന്റെ വംശപരമ്പരയായി. വംശവിസ്താരം എന്ന രീതിയിൽ മറ്റ് പുരാണങ്ങളിൽ പറഞ്ഞതുപോലെ രാജാക്കന്മാരുടെ കുറെ കഥകളൊന്നും വിശദീകരിച്ചിട്ടില്ല. പക്ഷേ സംജ്ഞയുടെയും ഛായയുടെയും കഥ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ മനുവിന്റെ വംശപരമ്പര ആരംഭിക്കുന്നത്. അവിടെ പ്രധാനമായി അശ്വിനി ദേവകളുടെ അവതാരം എന്ന് പറയും. പിന്നീട് തണ്ടു മഹർഷി ഉപദേശിച്ചു കൊടുത്ത സഹസ്രനാമം, സ്ഥിരസ്ഥാനം എന്ന് തുടങ്ങുന്നതായ ശിവസഹസ്രനാമം വളരെ വിശദമായി പ്രതിപാദിക്കുകയാണ് ലിംഗപുരാണം. അതിനുശേഷം ത്രിപുരദഹനം കഥ പറഞ്ഞു. ആ കഥ നമ്മൾ വളരെയധികം വിസ്തരിച്ച് കേട്ടിട്ടുള്ളതാണ്. എങ്കിലും നമുക്കത് പറയണം. നാളെ ശിവപുരാണത്തിൽ അത് വളരെ വിശേഷപ്പെട്ട ഭാഗമായി വരുന്നുണ്ട്. അതുകൊണ്ട് ആ ത്രിപുരദഹനം കഥ, ലിംഗപുരാണത്തിൽ പറയുന്ന കഥയും ശിവപുരാണത്തിൽ പറയുന്ന കഥയും വായുപുരാണത്തിൽ കഥ പറയുന്നത് എല്ലാം സമന്വയിപ്പിച്ച് നമുക്ക് നാളെ കേൾക്കാം. കൂടാതെ അന്ധകാസുരന്റെ ചരിത്രം ഇതൊക്കെ വർദ്ധിച്ചു പോകുന്നു. ഇതിൽ ലിംഗപുരാണത്തിൽ എടുത്തു പറയേണ്ട ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. അതാണ് ശിവപുരാണത്തിലും വിസ്തരിച്ച് വരും. കോടിരുദ്ര സംഹിത, ശതരുദ്ര സംഹിത എന്നീ ഭാഗത്തൊക്കെ വരുന്നുണ്ടത്. തുടക്കം മുതലേ ശിവാവതാരങ്ങളെ സൂചിപ്പിക്കുമ്പോൾ സ്തുതികളിലും വിശേഷമായിരിക്കുന്ന പ്രതിപാദനങ്ങളിലുമൊക്കെ എടുത്തു പറയുന്നതാണ് ശരഭാവതാരം. അത് കുറച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട് ലിംഗപുരാണത്തിൽ. ശിവപുരാണത്തിൽ പോലും ശരഭാവതാരം ചുരുക്കിയാണ് പറയുന്നത്. എന്താ ഈ ശരഭാവതാരം? ശരഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഏതെങ്കിലും ഒരു മൃഗത്തെ ചൂണ്ടിക്കാട്ടി ഇതുപോലെ എന്ന് പറയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ളതായ ഒരു ക്രൂര സ്വഭാവമുള്ള വിചിത്രാകൃതിയുള്ള ഒരു മൃഗമാണ്. അമരകോശത്തിലൊക്കെ എട്ടടിമാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മാനിനെ കുറിച്ച് ചിന്തിക്കേണ്ട, അതല്ല സംഭവം. മഹാഭാരതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന 8 കാലുകളുള്ള, ഊറാമ്പലിയെ പോലെയുള്ള രോമങ്ങൾ മുഴുവൻ ശരീരത്തിലുള്ള, എന്നാൽ പുലിയെപ്പോലെ നഖങ്ങളുള്ള, ദംഷ്ട്രകളുള്ള ഒരു വിചിത്ര വ്യാളീമുഖമുള്ള ഒരു വിചിത്ര രൂപം. മാനിന്റെ ഉടല്, പുലിയുടെ വായ, ശരഭത്തിന്റെ കാലുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിചിത്ര രൂപമാണ്. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ഒരു രൂപം എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, പണ്ട് ഹിരണ്യകശിപുവിന്റെ പുത്രനായിരിക്കുന്ന പ്രഹ്ലാദൻ വിഷ്ണു ഭക്തനായി തീർന്നപ്പോൾ ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാൻ കുറെ നോക്കി സാധിച്ചു. ഒടുവില് വിഷ്ണുവിനെ തന്നെ വധിക്കണമെന്ന് ആഗ്രഹിച്ച് സ്വന്തം പുത്രനെ തന്റെ കൈകൊണ്ട് തന്നെ വധിക്കാൻ ഒരുങ്ങിയപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു നരസിംഹ രൂപമായി അവതരിച്ചു. പകുതി മനുഷ്യൻ പകുതി സിംഹം അല്ലേ? ഉഗ്രകോപത്തോടുകൂടി തന്റെ ഭക്തനെ ദ്രോഹിച്ച ഹിരണ്യകശിപുവിനെ വാരിയെടുത്ത് തന്റെ മടിയിൽ മലർത്തി കിടത്തി കുടൽമാലയൊക്കെ വലിച്ച് പുറത്തിട്ട് ഉഗ്രഭാവത്തിലാണ് വധിച്ചത്. ആ ഉഗ്രഭാവം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു നരസിംഹം. ദേവന്മാരൊക്കെ സ്തുതിച്ചിട്ടും ഭഗവാൻ ശാന്തനാവുന്നില്ല. ഈ തേജസ്, നരസിംഹമൂർത്തിയുടെ തേജസ് ലോകത്തെ മുഴുവൻ തപിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ വഴി എന്ന് ആലോചിച്ച് ദേവന്മാരെല്ലാവരും മഹാദേവന്റെ അടുത്തെത്തി. അപ്പോഴാണ് മഹാദേവൻ ഈ നരസിംഹ തേജസ്സിനെ ഞാൻ അടക്കുന്നുണ്ട് എന്ന് വാക്കുകൊടുത്തു. എന്നിട്ട് ഭഗവാൻ മേരുപർവ്വതത്തിന്റെ മുകളിൽ ശരഭത്തിന്റെ സ്വരൂപം കൊണ്ട് വർദ്ധിച്ചു. വീരഭദ്രനെ നരസിംഹത്തിന്റെ അടുത്ത് പറഞ്ഞയച്ചു.
വീരഭദ്രൻ നരസിംഹസ്വാമിയുടെ അരികത്ത് വന്നിട്ട് പറഞ്ഞു, ഈ കോപമടക്കൂ ദേവദേവ. അപ്പം നരസിംഹമൂർത്തിക്ക് ദേഷ്യം വന്നു, കോപത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. നീ ആരാണ് എൻ്റെ മുമ്പിൽ വന്ന് എന്നോട് ആജ്ഞാപിക്കാൻ ചോദിച്ചു. പറഞ്ഞു, ഞാൻ മഹാദേവന്റെ ഭൃത്യനാണ്, ഭടനാണ്. നിന്നെ ഇപ്പൊ തന്നെ ഞാൻ ജ്വലിപ്പിച്ച് ചാരമാക്കി കളയും എന്ന് പറഞ്ഞ് നരസിംഹമൂർത്തി ഒന്നുകൂടി പ്രോജ്വലിച്ച സമയത്ത് പെട്ടെന്ന് മഹാദേവൻ ഈ വീരഭദ്രനിലേക്ക് പ്രവേശിച്ചു, ശരഭസ്വരൂപമായി. ആ ശരഭം നരസിംഹത്തെ അങ്ങോട്ടും 8 കാലുകളെ കൊണ്ടങ്ങോട്ട് വാരി മാറോട് ചേർത്ത് ആകാശത്തേക്ക് ഉയർന്ന് മേരുപർവ്വതത്തിൽ കൊണ്ടുപോയി അടക്കി. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴും. ഇല്ലെങ്കിൽ ലോകം എപ്പോഴേ വിഷ്ണു തേജസ്സിനാൽ ഭസ്മമായി പോയ ശരഭം അതിനെ അടക്കിയിരിക്കുകയാണ്. ഒട്ടുമിക്ക പുരാതന ശിവക്ഷേത്രങ്ങളിൽ പ്രധാന ശ്രീകോവിലിൽ നമ്മൾ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ശിവലിംഗ രൂപത്തിൽ കണ്ട് തൊഴുമ്പോൾ പിന്നിലേക്ക് വരുമ്പോൾ പിന്നിലും തൊഴാറുണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും പറയാം പിന്നിലും പാർവതി ദേവിയാണെന്നാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ എവിടെയൊക്കെ ശിവക്ഷേത്രമുണ്ടോ, എവിടെയൊക്കെ ശിവസാന്നിധ്യമുണ്ടോ, ആ ശിവസാന്നിധ്യത്തിൽ വിഷ്ണു ചൈതന്യം ഉൾക്കൊള്ളുന്നു. ആ ശിവനോടൊപ്പം വിഷ്ണുവും ഉണ്ട്. ആ വിഷ്ണുവിനെയാണ് അത്രയും പിന്നിൽ ചെന്ന് തൊഴുന്നത്. ഇത് താന്ത്രിക വിധി അനുസരിച്ചുള്ള ചില മന്ത്രങ്ങളെ പരിശോധിച്ചപ്പോൾ ഇത് പരമാർത്ഥമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പല ക്ഷേത്രങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ശിവലിംഗത്തിൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമുണ്ട് എന്നിപ്പോൾ ലിംഗപുരാണവും പറയും. ശിവലിംഗത്തെ പ്രണവമായി സങ്കല്പിക്കുന്നു. അപ്പോൾ അകാരോ വാസുദേവസ്യ, ഉകാരോ ബ്രഹ്മ, മകാരോ ശിവ രുദ്ര. അപ്പൊ ഈ ത്രിത്വരൂപങ്ങളായി തന്നെയാണ് ശിവനെ ആരാധിക്കുന്നത്. മാത്രമല്ല ശിവപുരാണത്തിൽ പറയുന്നു, ഞാൻ തന്നെ ബ്രഹ്മാവ്, ഞാൻ തന്നെ വിഷ്ണു എന്ന് മഹാദേവൻ പറയുന്നു. അപ്പോൾ ഈ ആരാധനകളുടെ 33 കോടി ദേവതകളുടെ ഒരു സമന്വിതമായിരിക്കുന്ന ആരാധനയിലേക്ക് ശിവലിംഗാരാധന നമ്മളെ ചേർത്ത് നിർത്തുന്നു എന്ന ആ മഹാദർശനമാണ് ആത്മവത് സർവഭൂതാനാം ഹിതായേവ പ്രവർത്തനം എന്ന് ലിംഗപുരാണ ആശയം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. നിങ്ങൾ ഏത് ഭാവത്തിലാണ് ഈശ്വരനെ ആരാധിക്കുന്നത്, ആ ഭാവത്തിൽ ഈശ്വരൻ അനുഭവവേദ്യമാവും. അപ്പോൾ ഏത് ഭാവത്തിൽ ആരാധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് സ്വാനുഭവമാണ്. പക്ഷെ ഒരു ക്ഷേത്രത്തിൽ ഏത് ഭാവത്തിലും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് ശിവലിംഗത്തിൽ വിഷ്ണു പൂജ ചെയ്താൽ ശരിയാവില്ല. കാരണം എന്താ? അവിടെ പുരാതന കാലം മുതലേ ആരാധിച്ചു വന്ന് ഏത് ഭാവത്തിൽ ആരാധിച്ചു ആ ഭാവത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രത്യക്ഷ സാന്നിധ്യത്തെ അവിടെ നിലനിർത്തിക്കൊണ്ട് ലോകോപകാരത്തിനായിക്കൊണ്ട് അല്ലയോ ഭഗവാനെ അവിടെ ഈ രൂപത്തിൽ തന്നെ ഇവിടെ വർത്തിച്ചാലും എന്ന സങ്കല്പത്തിൽ മഹാതപസ്സുകളായിരിക്കുന്ന ആളുകളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അതേ ചൈതന്യത്തിൽ ഇവിടെ നിലനിൽക്കാൻ എന്തൊക്കെയാണ് ഭഗവാന് ഹിതമായിട്ടുള്ളത്, അത്തരത്തിലുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിശ്ചയിച്ച് അത് തുടർന്നു പോകുന്നതായ ദിക്കുകളിൽ ആ രൂപത്തിൽ തന്നെ ആരാധന. ആ ആരാധനയുടെ ഫലമായി എന്താണ്? അവിടെ വൈയക്തികമായി മാത്രമല്ല, എനിക്ക് മാത്രമല്ല അനുഭവം, അവിടെ എത്തുന്ന എല്ലാവർക്കും അതേ രൂപത്തിൽ ഭഗവാൻ ദർശനം കൊടുക്കും. അപ്പൊ ഇത്തരത്തിൽ ആരാധനയുടെ മഹത്വം കൂടി പറഞ്ഞ ലിംഗപുരാണത്തിൽ ഒരു ശിവസഹസ്രനാമം കൂടി നമ്മൾ കേൾക്കുന്നു. അത് സാക്ഷാൽ മഹാവിഷ്ണു ശ്രീ പരമേശ്വരനെ 1008 നാമങ്ങളാൽ സ്തുതിക്കുകയാണ്. ആ സ്തുതിക്ക് കാരണം ജലന്ധരവധം എന്ന കഥയാണ്. ജലന്ധരവധം കഥയും നാളെ ശിവപുരാണ പ്രവചന സമയത്ത് ഞാൻ പറയും. ത്രിപുരദഹനം, അതേപോലെ തന്നെ അന്ധകാസുരവധ ചരിത്രം, ജലന്ധരവധ ചരിത്രം എന്നീ 3 കഥ.
അത് നമുക്ക് സമന്വയിപ്പിച്ച് പറയേണ്ടതുണ്ട്. ലിംഗപുരാണമായിട്ടും വാമനപുരാണമായിട്ടും കൂർമ്മപുരാണത്തിലും ഈ കഥ വരുന്നുണ്ട്, വായുപുരാണത്തിലും ഈ കഥ പറയുന്നുണ്ട്. ത്രിപുരദഹനമില്ലാത്ത ഒരു പുരാണവും ഇല്ല. അപ്പോൾ ഇവിടെ ഈ മഹാവിഷ്ണു ശിവനെ സ്തുതിക്കുന്നത് അസുര നിഗ്രഹത്തിനായി ദിവ്യമായിരിക്കുന്ന ഒരു ആയുധം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി മഹാവിഷ്ണു ചെയ്തത് 1001 താമരപ്പൂക്കൾ ശേഖരിച്ചു കൊണ്ടുവന്നു. അഗസ്ത്യ മഹർഷി നട്ടുവളർത്തിയ തടാകത്തിൽ നിന്നാണ് ഈ താമരപ്പൂക്കൾ ശേഖരിച്ചിട്ടുള്ളത്. ഓരോ ശിവനാമത്തിനും ഓരോ താമരപ്പൂക്കൾ അർച്ചിക്കുക, ഇതായിരുന്നു മഹാവിഷ്ണുവിന്റെ സങ്കല്പം. അങ്ങനെ അർച്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1000 കഴിഞ്ഞ് 1001ാമത്തെ നാമചരണ സമയത്ത് താമരപ്പൂവ് തപ്പിയപ്പോൾ കിട്ടിയില്ല. ഹൈ, ഞാൻ 1001 കൊണ്ടുവച്ചാണല്ലോ, കാണാനില്ലല്ലോ എന്നുള്ള സങ്കടത്തോടു കൂടി മഹാവിഷ്ണു എന്ത് ചെയ്തു? 1001ാമത്തെ താമരപ്പൂവിന് പകരം തൻ്റെ താമരപ്പൂ പോലെയുള്ള കണ്ണ് തന്നെ ചുഴുന്നെടുത്ത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ശങ്കരൻ പ്രത്യക്ഷപ്പെട്ടു, മഹാവിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ചു, അനുഗ്രഹിച്ചു. ഈ താമരപ്പൂ ഒളിപ്പിച്ചത് ഞാൻ തന്നെയാണ്. എന്നിട്ട് സാക്ഷാൽ മഹാദേവൻ ശ്രീ മഹാവിഷ്ണുവിനെ അനുഗ്രഹിച്ച് ഒരു ആയുധം സമ്മാനിച്ചു. ആ ആയുധമാണ് സുദർശന ചക്രം. ഈ സുദർശന ചക്രമോ ഇതാര് നിർമ്മിച്ചതാ? ജലന്ധരവധ സമയത്ത് ജലന്ധരൻ എന്ന് പറയുന്ന ഘോരനായിരിക്കുന്ന അസുരൻ പാലാഴിയുടെ അടിത്തട്ടിൽ ഒളിച്ച സമയത്ത് ആ ജലന്ധരാസുരനെ വധിക്കുന്നതിന് വേണ്ടി സാക്ഷാൽ ശ്രീ മഹാദേവൻ പാലാഴിയുടെ തീരത്ത് നിന്നുകൊണ്ട് തൻ്റെ വലതുകാലിലെ പെരുവിരലിൽ കൊണ്ട് പാലാഴിയിൽ ഒരു ചക്രം വരച്ചു. ആ ചക്രം സുദർശന ചക്രമായി പരിണമിച്ചു. ഇപ്പൊ ശിവപാദത്താൽ നിർമ്മിതമായ ആ സുദർശന ചക്രത്തെയാണ് സാക്ഷാൽ മഹാവിഷ്ണു ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സുദർശന ഹോമം ശത്രു സംഹാരാദികൾക്കും പ്രേതദോഷ ബാധകളൊക്കെ ഒഴിയാൻ ഈ സുദർശന ഹോമം ചെയ്യുമ്പോൾ അത് വിഷ്ണു സങ്കല്പത്തിലാണ് നമ്മൾ സുദർശന ഹോമം ചെയ്യുക. പക്ഷേ അത് വിഷ്ണു സങ്കല്പം മാത്രമല്ല, ശൈവ സങ്കല്പം കൂടി ഉൾച്ചേർന്നതാണ്. അതാണ് അതിന് സംഹാരഭാവം കൈവരുന്നത് എന്നർത്ഥം. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഇവിടെ ചില ചരിത്രകാരന്മാർ എഴുതി പിടിപ്പിച്ച ചില ദുർവ്യാഖ്യാനങ്ങളൊക്കെ അസത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിലേക്കാണ്. ശൈവ വൈഷ്ണവ ശാക്രേയ ഗാണപത്യ സൗര ഷാൺമുഖാദികളാലും ഉപാസകർ തമ്മിൽ ഭാരതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടായ്മയായിരുന്നു, തൊട്ടുകൂടായ്മയായിരുന്നു, യുദ്ധങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. കഥകൾ എഴുതുമ്പോഴും നാടകങ്ങൾ രചിക്കുമ്പോഴും കലകളിലൂടെ ഒക്കെ സിനിമകളിലൂടെ ഒക്കെ ഇത്തരത്തിലുള്ളതായ തെറ്റായ ചിന്തകൾ പകർത്തിക്കൊണ്ട് ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുരാണങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഈ ശൈവ വൈഷ്ണവ ശാക്ത ഉപാസന ഭേദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പലതരത്തിലുള്ളതായ വ്യത്യാസങ്ങൾ ഇതിനൊക്കെ ഉണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പരസ്പരം യുദ്ധം ചെയ്തിരുന്നവരായിരുന്നില്ല. ഇത് യുദ്ധം ചെയ്തിരുന്നവരായിരുന്നു എന്ന് ചരിത്രം തെളിയിക്കാൻ ചോള, പാണ്ഡ്യ, ചേര ചരിത്രങ്ങളൊക്കെ എടുത്തിട്ടാണ് പലരും കഥാഖ്യാനങ്ങൾ എഴുതുന്നത്. എന്നിട്ട് ചേരന്മാര്, പാണ്ഡ്യന്മാര്, ചോളന്മാര് ഇവര് ശൈവന്മാര് ആയിരുന്നു. ശൈവനായ രാജാവ് വൈഷ്ണവനായ രാജാവിനെ കീഴ്പ്പെടുത്തി, എന്നിട്ട് അവിടെ ശൈവമതം സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പ്രചരിപ്പിക്കും. സത്യത്തിൽ അവിടെ രാജാക്കന്മാര് തമ്മിലായിരുന്നു യുദ്ധം. അത് അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്, അല്ലാതെ ശൈവ വൈഷ്ണവ മതങ്ങൾ തമ്മിലായിരുന്നില്ല. എപ്പോഴും അധികാരത്തിന് വേണ്ടി യുദ്ധമുണ്ടായാൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തവരെന്ത് ചെയ്യും? ആ യുദ്ധം ചെയ്തവരുടെ സങ്കല്പങ്ങളെയൊക്കെ ജനങ്ങളിലേക്ക് അടിച്ചമർത്തി അവരിലൂടെ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും, അല്ലെ? സ്വാഭാവികമാണ്. അതുകൊണ്ടാണല്ലോ തുർക്കികൾ വന്നപ്പോൾ തുർക്കികളുടേതായ സംസ്കാരം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവരാക്രമിച്ച് അധികാരം സ്ഥാപിച്ചതിന്റെ പ്രതീകമായി കുത്തബ് മിനാർ പോലെയുള്ളതായ പലതും പിന്നീട് മുഗളന്മാരുടെ കാലഘട്ടം. അവരും അവരുടേതായി ഇരിക്കുന്ന വിശ്വാസങ്ങൾ, ദൈവങ്ങൾ, അവരുടെ മതങ്ങൾ, അവരുടെ ചിഹ്നങ്ങൾ, ഇതൊക്കെ ആ അധികാരം സ്ഥാപിച്ചതായ ദേശങ്ങളിൽ വ്യാപരിപ്പിക്കാൻ ശ്രമിച്ചു.
ഇത്തരത്തിൽ തന്നെയാണ് ദേശങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആ രാജാക്കന്മാരുടെ സങ്കല്പങ്ങൾ, ആദർശങ്ങൾ, ഇതൊക്കെ ആ ജനങ്ങളും സ്വീകരിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു രാജാവ് മറ്റൊരു രാജാവിനെ കീഴ്പ്പെടുത്തിയ കഥ പറയുമ്പോൾ, ചരിത്രം പറയുമ്പോൾ, ആ രാജാവ് വൈഷ്ണവനായിരുന്നു, ഈ രാജാവ് ശൈവനായിരുന്നു, അപ്പോൾ ആ യുദ്ധം ശൈവ വൈഷ്ണവ യുദ്ധമായിരുന്നു എന്ന് പറയുന്നത് എത്രയോ വിഡിത്തമാണെന്ന് ആലോചിക്കണം. അപ്പൊ അത്തരത്തിലുള്ളതായ ചരിത്ര വ്യാഖ്യാനങ്ങൾ ഇനി പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ പുരാണ കഥകളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ, മനനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ശിവൻ വിഷ്ണുവിനെ ആരാധിക്കുന്ന കഥകൾ, വിഷ്ണു ശിവനെ ആരാധിക്കുന്ന കഥകൾ, ഇതൊക്കെ എഴുതിയതാകട്ടെ വ്യാസൻ. എന്നിട്ടാണ് ഇവിടെ പുരാണങ്ങളെ കൂടി ശൈവം, വൈഷ്ണവം, ശാക്തേയം എന്ന് ഓരോരുത്തർ വേർതിരിച്ചിരിക്കുന്നത്. ആ വേർതിരിവിലും സംഗത്യമില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ശൈവപുരാണങ്ങൾ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചതായ ഏത് പുരാണങ്ങളുണ്ട് അതിലൊക്കെ വിഷ്ണുവിനെ കുറിച്ചും ഭഗവതിയെ കുറിച്ചും മായാതത്വങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉപാസനകളുടെ, വ്യത്യസ്തമായിരിക്കുന്ന ഉപാസനകളുടെ ഒരു സമഞ്ജസ രൂപമാണ് പുരാണങ്ങളിൽ കാണുക. അതിൽ ചില പുരാണങ്ങളിൽ ചില ഉപാസനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ലിംഗപുരാണം ലിംഗാരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. കൂർമ്മപുരാണമാകട്ടെ യോഗ പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. വാമനപുരാണമാകട്ടെ ക്രിയാപദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതിൽ പ്രധാനം വൈദിക ക്രിയകളിൽ ദാനം, ശ്രാദ്ധം മുതലായിരിക്കുന്ന ക്രിയകളാണ്. ഇപ്പോൾ നമ്മൾ ലിംഗപുരാണത്തിലെ എടുത്തു പറയേണ്ട ചില കഥകളൊക്കെ പറഞ്ഞു. ഈ വാമന പുരാണത്തിൽ എടുത്തു പറയേണ്ട കഥകൾ നാളെ പുരാണ മനനം ചെയ്യുമ്പോൾ അതുകൂടി ചേർത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പുരാണ മനനത്തിലേക്ക് വായുപുരാണം, ലിംഗപുരാണം, വായുപുരാണം, ശിവപുരാണം, ശ്രീമദ് ഭാഗവത പുരാണം, ദേവി ഭാഗവത പുരാണം, മത്സ്യപുരാണം, കൂർമ്മപുരാണം, ലിംഗപുരാണം, വാമനപുരാണം എന്നിങ്ങനെയുള്ള പുരാണങ്ങൾ ഉൾച്ചേർന്ന് കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള പുരാണ മനനങ്ങളിൽ ഈ കഴിഞ്ഞ പുരാണങ്ങളിലെ കഥകളെ കൂടി സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും അടുത്ത പുരാണങ്ങളൊക്കെ പറയുക. ഒപ്പം ചിലപ്പോൾ പല ഉപപുരാണങ്ങളും നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. ചില കഥകളുടെ വ്യാപ്തിയെ കുറിച്ച് സൂചിപ്പിക്കാം. ശ്രീമദ് വായുപുരാണ മാഹേശ്വര യജ്ഞത്തിന്റെ 4-ാം ദിവസമായ നാളെ വൈകുന്നേരം ബ്രഹ്മാണ്ഡ പുരാണവും മാർക്കണ്ഡേയ പുരാണവുമാണ് നമ്മളിവിടെ മനനം ചെയ്യുന്നത്. കാലത്ത് മുതലേ പതിവ് പോലെ സഹസ്രനാമ ജപത്തോടു കൂടി ആരംഭിച്ച് അഷ്ടാദശ പുരാണ നമസ്കാരാദികളോടെ നാളത്തെ വിശേഷമായിരിക്കുന്ന പനിനീര് കലശം സ്ഥാപിച്ച് വായുപുരാണത്തിലെ യുഗധർമ്മ നിരൂപണം, യജ്ഞാനുഷ്ഠാനം, പിതൃകർമ്മം, ഋഷിലക്ഷണം, പൃഥുചരിതം, ശിവപുരാണത്തിലെ കുമാരഖണ്ഡം, അതായത് സുബ്രഹ്മണ്യന്റെ കഥ, താരകാസുരവധം, ഒപ്പം യുദ്ധഖണ്ഡത്തിലെ ഇന്ന് നാം ലിംഗപുരാണത്തിലും വാമനപുരാണത്തിലും ഒക്കെ കണ്ടതായ ത്രിപുരദഹനം കഥ, സുദർശന ചക്രത്തിന്റെ കഥയുടെ പീഠികയായിരിക്കുന്ന ജലന്ധരവധ കഥ, അന്ധകാസുരവധ കഥ, ഇതൊക്കെ ഉൾച്ചേർത്തുകൊണ്ടാണ് നാളത്തെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാവുക. വൈകുന്നേരം ആകുമ്പോഴേക്കും അത് പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട ബ്രഹ്മാണ്ഡ പുരാണം, മാർക്കണ്ഡേയ പുരാണം എന്നീ പുരാണങ്ങളെ കൂടി ഉൾച്ചേർക്കും. അപ്പോൾ ബ്രഹ്മാണ്ഡ പുരാണാന്തർഗതമായ അധ്യാത്മരാമായണ കഥ നമുക്ക് കേൾക്കാം, പരശുരാമന്റെ കഥകൾ കേൾക്കാം. വൈകുന്നേരം അതേപോലെ മാർക്കണ്ഡേയ പുരാണം ഭഗവതിയുടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഭാവങ്ങളെയും ശാക്തേയ ഉപാസനകളെ കുറിച്ചും ഒക്കെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒന്നാണ് മാർക്കണ്ഡേയ പുരാണം. ഇതൊക്കെ നമുക്ക് കേട്ടുകൊണ്ട് ഈ അഷ്ടാദശ പുരാണങ്ങളെയും സമാദരിക്കുന്ന മാരാരിക്കുളത്തെ ഈ മഹായജ്ഞത്തിൻ്റെ ഭാഗഭാക്കുകളാവാം. ഇന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലൂടെ ഈ വാക്കുകൾ മാരാരിക്കുളത്തപ്പൻ്റെ പാതാരബന്ധങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കൈകൾ ശിരസിന് മുകളിൽ തൊഴുതു പിടിക്കുക. കരചരണകൃതം